ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യനാരാണ്? കണ്ണും പൂട്ടി നമ്മൾ ഉത്തരം പറയും നീൽ ആംസ്ട്രോങ്. കൊറോണ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം? അതൊക്കെ ആർക്കാ അറിയാത്തതല്ലേ? ചൈന എന്ന ഉത്തരം നമ്മുടെ മനസ്സിൽ നിമിഷങ്ങൾക്കുള്ളിൽ വന്നു കാണും. സുഭാഷ് ചന്ദ്രബോസ് എവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടത്? അതൊരു വിമാനാപകടമാണെന്ന് പലർക്കും അറിയാമെങ്കിലും തായ്വാൻ എന്ന കൃത്യമായ ഉത്തരം ചിലപ്പോൾ മനസ്സിൽ വരണമെന്നില്ല. ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത് എന്തിനാണ് എന്ന് കരുതുന്നുണ്ടാകുമല്ലേ? പ്രത്യക്ഷത്തിൽ കണക്ഷൻ ഒന്നുമില്ലെങ്കിലും ഈ 3 കാര്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. ഇവയെ ചുറ്റിപ്പറ്റി ലോകത്തെല്ലായിടത്തും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ലളിതമായി പറഞ്ഞാൽ, കേട്ടതും പഠിച്ചതും വായിച്ചതുമല്ലാത്ത നമുക്കറിയാത്ത എന്തോ രഹസ്യങ്ങൾ ഇക്കാര്യങ്ങളിലെല്ലാം ഉണ്ടെന്നും ഭരണകൂടങ്ങളും മറ്റു പ്രബല ശക്തികളും അവ പുറത്തുവിടാതെ സൂക്ഷിക്കുകയാണെന്നുമുള്ള ഒരു സമാന്തര ചർച്ച ഇവയെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ഭൂതകാലത്തിലാകട്ടെ വർത്തമാനകാല ലോകത്തിലാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതും അല്ലാത്തതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം എന്ത് സംഭവിക്കുന്നുവെന്നും അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നും അറിയാനുള്ള കൗതുകം മനുഷ്യനുണ്ട്. സത്യത്തിന്റെ വിവിധ വശങ്ങളും അതിൽ ഒളിഞ്ഞിരിക്കുന്ന കൂടുതൽ സത്യങ്ങളും അത്രത്തോളം സുതാര്യമായി മുന്നിലെത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഓരോ വിശദാംശങ്ങളും രൂപപ്പെടുന്നത് അത് പുറത്തുവരുന്നവരുടെ താൽപ്പര്യങ്ങളും പക്ഷപാതങ്ങളും അതിൽ നിന്നവർക്ക് ലഭിക്കേണ്ട മെച്ചങ്ങളുമെല്ലാം സ്വാധീനിക്കപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ടുതന്നെ പൂർണ്ണമായ സത്യമായിരിക്കില്ല എന്ന മുൻവിധിയോടെയും നമ്മൾ ചരിത്രത്തെയും വാർത്തകളെയും സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ടെല്ലാമാകാം ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിലുള്ള വിശ്വാസം മനുഷ്യ ചരിത്രത്തിലുടനീളം പ്രബലമാണ്. എന്തുകൊണ്ട് മനുഷ്യൻ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്നു എന്നാലോചിച്ചാൽ മനഃശാസ്ത്രപരവും സാമൂഹികവുമായ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തീവ്രവാദ ആക്രമണങ്ങൾ, വിമാനാപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, യുദ്ധം തുടങ്ങിയ സാമൂഹിക പ്രതിസന്ധി സാഹചര്യങ്ങൾ വരുമ്പോൾ മനുഷ്യൻ കടുത്ത അനിശ്ചിതത്വത്തിലും ഭയത്തിലും ആകുലതയിലുമെത്തുന്നു. അത്തരം ഘട്ടങ്ങളിൽ തങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സാഹചര്യം മനസ്സിലാക്കാനുള്ള ആഗ്രഹമുണ്ടാവുകയും ഇത് സാമൂഹിക സാഹചര്യങ്ങളിൽ ഗൂഢാലോചനകൾ കാണാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്ന വാദം പോലും നിലവിലുണ്ട്. എന്തായാലും മാധ്യമങ്ങളും ഭരണകൂടവും മുന്നോട്ട് വയ്ക്കുന്ന വിവരങ്ങൾ അത്രയ്ക്കങ്ങ് വിശ്വസിക്കേണ്ട. അവർ അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് നമ്മെ കബളിപ്പിക്കുന്നുണ്ടാകും. കൂടുതൽ സത്യമായ സത്യം കണ്ടെത്തണമെന്നുള്ള സാധാരണ ജനങ്ങളുടെ ആഗ്രഹത്തിന്മേലാണ് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടുന്നത് എന്ന് പറയാം. നമ്മൾ ആദ്യം പറഞ്ഞ ചില സംഭവങ്ങൾക്കൊപ്പം തന്നെ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയും ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്ത ഒട്ടനവധി സംഭവങ്ങളുണ്ട്. വായിച്ചും കേട്ടും പറഞ്ഞും നാം ഒരുപാട് അറിഞ്ഞ സംഭവങ്ങൾ, ഒരു പ്രഭാതത്തിൽ നമ്മെ ഞെട്ടിച്ച അപകടങ്ങൾ, ആക്രമണങ്ങൾ, മരണങ്ങൾ, കൂട്ടം ചേർന്നിരുന്ന് പങ്കുവച്ച ആശങ്കകൾ, പ്രതിസന്ധികൾ, നിലപാടുകൾ, പരിഹാരങ്ങൾ, അവയ്ക്കെല്ലാം അറിഞ്ഞതിൽ നിന്നും പൂർണ്ണമായും വിചിത്രമായ മറ്റു ചില വശങ്ങളുണ്ടായിരുന്നു. ഇരകൾക്കൊപ്പം നിന്നവർ തന്നെയായിരുന്നു വേട്ടക്കാരെ പറഞ്ഞയച്ചത്. ആ സങ്കീർണമായ നാൾവഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? അറിഞ്ഞതിനും പറഞ്ഞതിനുമപ്പുറം ചില ചുരുളുകൾ അഴിക്കാൻ, കറുപ്പിനും വെളുപ്പിനുമിടയിൽ നമുക്ക് മിസ്സായിപ്പോയ ചില ചാരനിറങ്ങൾ കാണാൻ, മുഖമൂടികൾക്കപ്പുറത്ത് ഇനിയും പുറത്തു വരാനിരിക്കുന്ന സത്യത്തെ കണ്ടെത്താൻ, ലോകത്തിനു മുന്നിലെത്തിയ ചില മറുകഥകളുടെ പറക്കും തളിക. ഇതു മനുഷ്യനെ കറക്കും തളിക. മലയാളത്തിലെ ഈ പ്രശസ്ത സിനിമാ പാട്ട് പോലെ കാലങ്ങളായി ലോകത്തെ കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് പറക്കും തളികകളും അവയിലേറി വരുന്ന അന്യഗ്രഹ ജീവികളും. 1940-50 കാലഘട്ടത്തിലാണ് തിരിച്ചറിയാൻ സാധിക്കാത്ത പറക്കും വസ്തുക്കൾ അഥവാ UFOകൾ ലോകത്തിന്റെ ശ്രദ്ധയിലേക്കെത്തുന്നത്. പറക്കും തളികകൾ കണ്ടുവെന്ന വാർത്ത ആ സമയത്ത് അമേരിക്കയിലൊരു പതിവായി. ആകാശത്ത് കാണുന്ന വിചിത്രമായ വസ്തുക്കളും അവ ലോകത്തിന് ഭീഷണിയാകുന്നതും ഹോളിവുഡിന് പുതിയ സിനിമകൾ ഇറക്കാനുള്ള അസംസ്കൃത വസ്തുക്കളായും മാറി. 1947 അമേരിക്കൻ വ്യവസായിയായ കെന്നത്ത് ആർണോൾഡ് തന്റെ ചെറുവിമാനം പറത്തുമ്പോൾ വാഷിംഗ്ടണിലെ മൗണ്ട് റെയ്നറിന് സമീപം അതിവേഗം സഞ്ചരിക്കുന്ന 9 വസ്തുക്കളുടെ ഒരു കൂട്ടം കണ്ടതായി അവകാശപ്പെട്ടതാണ് ആദ്യമായി പുറത്തുവന്ന UFO കാഴ്ച. ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ആ വസ്തുക്കൾ വെള്ളത്തിൽ തെന്നി നീങ്ങുന്ന തളികകൾ പോലെ മണിക്കൂറിൽ അനേകായിരം മൈലുകൾ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്നും കെന്നത്ത് പറഞ്ഞു. സോസർ ആകൃതിയിലുള്ള വസ്തുക്കളെന്ന പത്രവാർത്തകളിൽ നിന്നാണ് പറക്കും തളിക എന്ന പ്രയോഗം ഉദ്ഭവിച്ചത്. അജ്ഞാതമായ ആകാശ പ്രതിഭാസങ്ങൾ കാണുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ 1948 US എയർഫോഴ്സ് ഈ റിപ്പോർട്ടുകളെക്കുറിച്ച് പ്രൊജക്ട് സൈൻ എന്ന പേരിൽ അന്വേഷണം ആരംഭിച്ചു. അത്യാധുനിക സോവിയറ്റ് വിമാനങ്ങളാണ് ഈ UFOകൾ എന്നായിരുന്നു അന്വേഷണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഉയർന്ന അഭിപ്രായം.
മറ്റു ലോകങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ പേടകങ്ങളാണെന്നും ചില ഗവേഷകർ അഭിപ്രായപ്പെട്ടു. 1 വർഷത്തിനുള്ളിൽ പ്രോജക്ട് സൈനിന്റെ പിൻഗാമിയായി പ്രോജക്ട് ഗ്രഡ്ജ് വന്നു. അത് പിന്നീട് UFOകളെക്കുറിച്ചുള്ള ഔദ്യോഗിക അന്വേഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്നിരുന്ന പ്രോജക്ട് ബ്ലൂ ബുക്കായി മാറി. 1952 മുതൽ 1969 വരെ സജീവമായിരുന്ന പ്രോജക്ട് ബ്ലൂ ബുക്ക് ഇത്തരത്തിലുള്ള 12,000-ലധികം കാഴ്ചകളുടെയോ സംഭവങ്ങളുടെയോ റിപ്പോർട്ടുകളാണ് സമാഹരിച്ചത്. ജ്യോതിശാസ്ത്രപരമായോ അന്തരീക്ഷ പ്രതിഭാസങ്ങളാലോ വിശദീകരിക്കാനാവുന്നത്, മനുഷ്യനിർമ്മിതമായത്, തിരിച്ചറിയപ്പെടാത്തത് എന്നിങ്ങനെ അത്തരം സംഭവങ്ങളെയെല്ലാം അവർ ക്രോഡീകരിച്ചിരുന്നു. പ്രോജക്ട് ബ്ലൂ ബുക്കിന്റെ ശുപാർശയിൽ 1953 ജനുവരിയിൽ ഹോർവേഡ് പി റോബർട്ട്സണിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന ഒരു ശാസ്ത്ര സമിതിയാണ് റോബർട്ട്സൺ പാനൽ. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തെക്കുറിച്ചും സെങ്കിൾ നടപടികളെക്കുറിച്ചുമെല്ലാം പരാമർശിച്ചിട്ടുള്ളതിനാൽ ആദ്യഘട്ടത്തിൽ രഹസ്യമായാണ് CIA ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ക്രോഡീകരിച്ചത്. UFOകൾ ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ട് ഭീഷണിയല്ലെന്നും എന്നാൽ വിഷയത്തിലുള്ള പൊതു താൽപര്യം കാരണം അമിതമായ സൈനിക ആശയവിനിമയത്തിലൂടെ പരോക്ഷ ഭീഷണിയായി മാറാമെന്നും റോബർട്ട്സ് പാനൽ പറയുകയുണ്ടായി. സാധാരണയായ ആകാശ വസ്തുക്കൾ കാണുന്നതിനെ തെറ്റിദ്ധരിക്കുന്നതാണ് ഭൂരിഭാഗം UFO റിപ്പോർട്ടുകളെന്നും ശേഷിക്കുന്ന ന്യൂനപക്ഷം പറയുന്ന കാര്യങ്ങൾ കൂടുതൽ പഠനങ്ങളിലൂടെ തെളിയിക്കാനാവുന്നതാണെന്നുമുള്ള നിഗമനത്തിൽ അവർ എത്തിച്ചേർന്നു. അന്യഗ്രഹ ജീവികൾ നിരന്തരം ഈ ലോകം സന്ദർശിക്കാറുണ്ടോ? മറ്റു ലോകങ്ങളിൽ നിന്നുള്ള ഈ സന്ദർശകർ സമാധാന പ്രേമികളും ദയയുള്ളവരുമാണോ, അതോ അവർ മനുഷ്യരാശിയെ ആക്രമിച്ച് നശിപ്പിക്കുമോ? ഈ അന്യഗ്രഹ ജീവികൾ എവിടെ നിന്ന് വരുന്നു? അവർ നമുക്കിടയിൽ മറഞ്ഞിരിക്കുന്നുണ്ടോ? അനവധി ചോദ്യങ്ങളായിരുന്നു മനുഷ്യർക്കുള്ളിൽ. അന്യഗ്രഹ ജീവികളുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരൊറ്റ അഭിപ്രായമാണുള്ളത്. വ്യാജമായ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളാണിതൊക്കെ എന്ന് ഒരു കൂട്ടർ കരുതുമ്പോൾ, പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളാണിതെന്ന് കരുതുന്ന മറ്റൊരു വിഭാഗവും നിലവിലുണ്ട്. എന്തായാലും നിരവധി അനുഭവ കഥകൾ ലോകത്തെമ്പാടും ഇതിനെക്കുറിച്ച് പ്രചരിച്ചിരുന്നു. പൊതുവിലുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെ ഒരു ഉപവിഭാഗമാണ് UFO ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ. ആഗോളതലത്തിൽ വിവിധ ഗവൺമെന്റുകളും രാഷ്ട്രീയക്കാരും പ്രത്യേകിച്ച് അമേരിക്കൻ ഗവൺമെന്റും ചേർന്ന് മനുഷ്യരല്ലാത്ത ഒരു അന്യഗ്രഹ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് UFOകളെക്കുറിച്ചുള്ള തെളിവുകൾ അടിച്ചമർത്തുകയാണെന്ന് ആരോപിക്കുന്നത് സാധാരണ ജനങ്ങളല്ല. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഇമ്മ്യൂണോളജിസ്റ്റ് ഗാരി നോളൻ, അമേരിക്കൻ സെനറ്റർ ബാരി ഗോഡ്വാട്ടർ, നാറ്റോ മുൻ മേധാവിയും ബ്രിട്ടീഷ് ഡിഫൻസ് സ്റ്റാഫ് മേധാവിയുമായ ലോർഡ് ഹിൽ നോർട്ടൺ, ആദ്യ CIA ഡയറക്ടർ റോസ്കോ എച്ച് ഹില്ലൻ കോട്ടർ, ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ബഹിരാകാശ ഗവേഷണ വിഭാഗം മുൻ ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ ഹൈം അഷൈറ്റ്, ബഹിരാകാശ യാത്രികരായ ഗോർട്ടൺ കൂപ്പർ, എഡ്ഗർ മിച്ചൽ, മുൻ കനേഡിയൻ പ്രതിരോധ മന്ത്രി പോൾ ഹെലിയർ തുടങ്ങി പ്രമുഖരായ രാഷ്ട്രീയക്കാരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളുമൊക്കെ അക്കൂട്ടത്തിലുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ UFO അന്യഗ്രഹ തട്ടിക്കൊണ്ടുപോകൽ കേസുകളിൽ ഒന്നാണ് ബെറ്റി ആൻഡ് ബാർണി ഹിൽ കേസ്. അവരിരുവരും ഒരു ദിവസം രാത്രിയിൽ ന്യൂഹാംഷെയറിലെ ഒരു റോഡിലൂടെ വാഹനം ഓടിച്ചു വരുമ്പോൾ അജ്ഞാതമായ ഒരു പ്രകാശം അവരെ പിന്തുടരുന്നതായി അവർക്ക് തോന്നി. ഒടുവിൽ അവർ വീട്ടിലെത്തുമ്പോൾ രാത്രി മാറി പട്ടാപ്പകലായിരിക്കുന്നു. മാത്രമല്ല, അവരുടെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞും അഴുക്കു പുരണ്ടു പിരിക്കുന്നു. അവരുടെ വാച്ചുകൾ പ്രവർത്തിക്കുന്നത് നിർത്തി. എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ അവർക്ക് കഴിയുന്നുമുണ്ടായിരുന്നില്ല. മനഃശാസ്ത്രജ്ഞനുമായുള്ള സെഷനിൽ തങ്ങളെ അന്യഗ്രഹജീവികൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതാണെന്നും പിടിവലിക്കിടെയാണ് വസ്ത്രങ്ങൾ കീറിയതെന്നും അവർ ഓർത്തെടുത്തു. പ്രോജക്ട് ബ്ലൂ ബുക്ക് ഈ കേസ് അന്വേഷിക്കുകയും നിരവധി സിനിമകൾക്കും ഡോക്യുമെന്ററികൾക്കും ഈ സംഭവം പ്രചോദനമാവുകയും ചെയ്തു. സൈക്കോതെറാപ്പിസ്റ്റായ ബാർബറ ലാംബ് എന്ന സ്ത്രീ ഒരു ദിവസം തന്റെ വീട്ടിൽ ഒരു ഉരകരൂപം പ്രത്യക്ഷപ്പെട്ടതായി പറഞ്ഞതാണ് മറ്റൊരു സംഭവം. തറപ്പിച്ചു നോക്കുന്ന മഞ്ഞ കണ്ണുകളുള്ള ഉയരം കൂടിയ ഒരു ജീവിയായിരുന്നത്രേ ലാംബിന്റെ സന്ദർശകൻ. പാമ്പുകളോടും ഇഴജന്തുക്കളോടും വലിയ താൽപ്പര്യമില്ലാത്ത ലാംബ് പക്ഷേ ഈ അതിഥിയുടെ സൗഹാർദ്ദപൂർണമായ പെരുമാറ്റം മൂലം അതിന്റെ കയ്യിലൊന്ന് തൊടാൻ ധൈര്യപ്പെട്ടു. പൊടുന്നനെ ഈ പല്ലുമനുഷ്യൻ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഒരു സയൻസ് ഫിക്ഷൻ കഥ പോലെ രസകരം തന്നെ, അല്ലേ? സിംബാബ്വേയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു സംഭവത്തിൽ സാക്ഷികളുടെ എണ്ണം 1-2 1994 സെപ്റ്റംബറിൽ സിംബാബ്വേയിലെ റുവയിലെ ഒരു സ്കൂളിന് സമീപം നിരവധി UFOകൾ ചുറ്റിത്തിരിയുന്നതായി കുറെ കുട്ടികൾ കണ്ടു. എന്താണ് സംഭവിച്ചതെന്ന് ഭയന്ന് വിറച്ച കുട്ടികൾ വിശദീകരിച്ചത് ഇങ്ങനെയാണ്: വലിയ തലകളും നീണ്ട കറുത്ത മുടിയുമുള്ള, മൂക്കിന്റെ സ്ഥാനത്ത് 2 ദ്വാരങ്ങൾ മാത്രമുള്ള
വായയില്ലാത്ത ജീവികളെയാണ് ഞങ്ങൾ കണ്ടത്. അവർ കറുത്ത സ്യൂട്ടുകൾ ധരിച്ചിരിക്കുന്നു. ടെലിപതിയിലൂടെയാണ് അവർ ആശയവിനിമയം നടത്തിയത്. ലോകം അവസാനിക്കാൻ പോവുകയാണെന്നവർ ഞങ്ങളോട് പറഞ്ഞു. വാക്കുകൾ കൊണ്ടല്ല, കണ്ണുകൊണ്ടാണ് അവർ സംസാരിച്ചത്. ആകാശത്ത് കാണുന്ന മറ്റജ്ഞാത വസ്തുക്കൾ എന്താണെന്ന് വിശദീകരിക്കാനുള്ള ശാസ്ത്രീയമായ ശ്രമങ്ങൾ പല സാധ്യതകളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. കാലാവസ്ഥാ പ്രവചനത്തിനുപയോഗിക്കുന്ന വാതകം നിറച്ച ബലൂണുകൾ UFOകളായി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നവയാണ്. തളികയുടെ രൂപത്തിൽ മാനത്ത് ഉയരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ലെന്റിക്കുലാർ മേഘങ്ങളാണ് മറ്റൊരു സ്ഥിരം പറക്കും തളിക. മനോഹരമായ ലൈറ്റ് ഷോ ഉണ്ടാക്കി കത്തിത്തീരുന്ന ഉൽക്കകളും രാത്രിയിൽ നിശബ്ദമായി പറക്കുന്ന സൈനിക വിമാനങ്ങളും സൗരവലയത്തിന്റെ തിളക്കമുള്ള പാടുകളായ മോക്സൺസും എയർഷിപ്പുകളും മരീചികകളുമൊക്കെ അന്യഗ്രഹ വസ്തുക്കളായി തെറ്റിദ്ധരിച്ച് വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കുമൊക്കെ വഴിവെക്കാറുണ്ടെന്നും ഈ രംഗത്തെ ഗവേഷകർ പറയുന്നു. 2023 പുറത്തുവന്ന പെന്റഗൺ റിപ്പോർട്ടും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം US ഗവൺമെന്റ് നടത്തിയ അന്വേഷണങ്ങൾ പ്രകാരം അന്യഗ്രഹ സാങ്കേതിക വിദ്യയുടെ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും മിക്ക കാഴ്ചകളും തെറ്റായി തിരിച്ചറിഞ്ഞ സാധാരണ പ്രതിഭാസങ്ങളാണെന്നും പറയുന്നു. അപ്പോഴും കൗതുകം അവസാനിക്കുന്നില്ല. ആകാശത്ത് കാണുന്ന ഏതൊരു അസാധാരണ വസ്തുവും വെളിച്ചവും നമുക്ക് പറക്കും തളികകളാണ്. തിരിച്ചറിയാനാകാത്ത ജീവരൂപങ്ങളെല്ലാം അന്യഗ്രഹത്തിൽ നിന്നുള്ളവയാണ്. അവസാനിക്കാത്ത ഫാന്റസി കഥകളും സിനിമകളും അവയിൽ നിന്നുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പറക്കും തളികകളും അന്യഗ്രഹ ജീവികളും ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന അജ്ഞാത വസ്തുക്കളുമൊക്കെ സത്യമാണോ? അതോ വെറും തോന്നലോ? ഒന്നുമല്ലെങ്കിലും ആരെങ്കിലും പടച്ചുവിടുന്ന കഥകളാണോവ? നമുക്കറിയാത്ത ഗൂഢ അജണ്ടകളുടെ ഭാഗമായി അവയുടെ സത്യാവസ്ഥ പുറത്തു വിടാത്തതാണോ? ഇനിയും ചുരുളഴിയാത്ത ഒരു സമസ്യയായി അവ തുടരുകയാണ്. COVID-19 വൈറസിനോളം നമുക്ക് സുപരിചിതമായ മറ്റൊരു വൈറസ് ഉണ്ടോ എന്ന് സംശയമാണ്. ഈ നൂറ്റാണ്ടിൽ ലോകം സാക്ഷ്യം വഹിച്ച മഹാമാരിക്ക് കാരണമായ വൈറസ്. സാമൂഹിക അകലം, ലോക്ക്ഡൗൺ, മാസ്കുകൾ തുടങ്ങി അപരിചിതമായ പലതും നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന വൈറസ്. അനേകായിരങ്ങളുടെ ജീവനെടുത്ത, ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയിളക്കിയ ഈ ഇത്തിരി കുഞ്ഞിന്റെ ഉദ്ഭവം എവിടെ നിന്നാണ്? കടലും വൻകരകളും കടന്ന് താണ്ഡവമാടിയ ഈ വൈറസ് ഏതെങ്കിലും രാജ്യങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണോ? അതോ വാക്സിൻ വിൽക്കാൻ വേണ്ടി മരുന്ന് കമ്പനികൾ സൃഷ്ടിച്ചതാണോ? അനേകം ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ കോവിഡ് വൈറസുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ ചർച്ചയായിട്ടുണ്ട്. അവയിൽ ഏറ്റവും ശ്രദ്ധയും വിശ്വാസ്യതയും നേടിയത് COVID-19 ലാബ് ലീക്ക് സിദ്ധാന്തമാണ്. COVID-19 പാൻഡമിക്കിന് കാരണമായ SARS-CoV-2 എന്ന വൈറസ് ഒരു ലബോറട്ടറിയിൽ നിന്നാണ് വന്നത് എന്ന ആശയമാണ് COVID-19 ലാബ് ലീക്ക് സിദ്ധാന്തം. വലിയ വിവാദങ്ങളാണ് ഈ അവകാശവാദം ഉണ്ടാക്കിയത്. സാഴ്സ് വൈറസ് ഒക്കെ പോലെ രോഗബാധിതരായ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന നാച്ചുറൽ സൂനോസിസ് പ്രതിഭാസത്തിലൂടെ കോവിഡ് വൈറസ് മനുഷ്യരിലേക്ക് എത്തിയതെന്നാണ് ഭൂരിപക്ഷം ശാസ്ത്രജ്ഞരും വിശ്വസിക്കുന്നത്. അടുത്ത കാലത്ത് കണ്ടുവരുന്ന മിക്ക സാംക്രമിക രോഗങ്ങളും മൃഗങ്ങളിൽ നിന്ന് പകർന്നു വരുന്നതാണ്. അത് വളർത്തുമൃഗങ്ങളോ വന്യമൃഗങ്ങളോ ആകാം. ഉദാഹരണത്തിന് മലേഷ്യയിൽ പൊട്ടിപ്പുറപ്പെട്ട, പിന്നീട് കേരളത്തിലൊക്കെ നമ്മൾ കണ്ട നിപ്പ വൈറസ് ഒരുതരം വവ്വാലുകളിൽ നിന്നാണ് ഇത് മനുഷ്യരിലേക്ക് എത്തിയത്. SARS-CoV-2 വൈറസ് വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്നതാണെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളും ലഭ്യമാണ്. രോഗം ബാധിച്ച വന്യമൃഗങ്ങളിൽ നിന്ന് വവ്വാലുകളിലേക്കും അവരിൽ നിന്ന് 2019 ഡിസംബറിൽ ചൈനയിലെ വുഹാൻ നഗരത്തിലെ ഹുവാനൻ സീഫുഡ് മാർക്കറ്റിൽ വെച്ച് മനുഷ്യരിലേക്കും വൈറസ് പടർന്നു. വന്യമൃഗങ്ങൾക്കും മനുഷ്യർക്കുമിടയിൽ വാഹകരായി നിലനിൽക്കുന്ന നിരവധി മൃഗങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാൻഡമിക്കിനു മുമ്പ് ഏതെങ്കിലും ലബോറട്ടറിയിൽ SARS-CoV-2 ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളൊന്നുമില്ല. അതല്ല എങ്കിൽ ഏതെങ്കിലും ലബോറട്ടറിയിൽ സൂക്ഷിച്ച വീഴ്ച വന്നിട്ടുണ്ട്. അതല്ല എങ്കിൽ ഏതെങ്കിലും ലബോറട്ടറിയിൽ സുരക്ഷാ വീഴ്ച വന്നിട്ടുണ്ട്. ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെ കാതലായ സ്വഭാവ സവിശേഷതകൾ പലതും ലാബ് ലീക്ക് സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യങ്ങളിൽ സ്പഷ്ടമായും കാണാം. കൊറോണ വൈറസുകളെക്കുറിച്ച് പഠിക്കുന്ന വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്ന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാമീപ്യത്തെക്കുറിച്ചുള്ള തെറ്റായ സംശയമാണ് ഈ സിദ്ധാന്തങ്ങളുടെയും കേന്ദ്രബിന്ദു. സത്യത്തിൽ മിക്ക വലിയ ചൈനീസ് നഗരങ്ങളിലും കൊറോണ വൈറസുകളെക്കുറിച്ച് പഠിക്കുന്ന ലബോറട്ടറികളുണ്ട്. വൈറസ് പൊട്ടിപ്പുറപ്പെടുന്നത് സാധാരണയായി ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും വലിയ നഗരങ്ങളിൽ അവ പരക്കുന്നതാണ് ആദ്യം ശ്രദ്ധിക്കപ്പെടേണ്ടത്. ചൈനയിൽ കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടാൽ അതൊരു വലിയ നഗരത്തിന് സമീപം സംഭവിക്കാനുള്ള സാധ്യതയായിട്ടാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുതന്നെയാണ് നഗരങ്ങളിലുള്ള ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ കാരണവും. ചൈനീസ് സർക്കാർ നടത്തിയ പ്രതികരണത്തിന്റെ രഹസ്യ സ്വഭാവവും
വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നാണ് ചോർച്ചയുണ്ടായതെന്ന വാദത്തിന് വലിയ പിന്തുണ ലഭിക്കാൻ കാരണമായി. ലാബ് ലീക്ക് സിദ്ധാന്തത്തെ രാഷ്ട്രീയക്കാർ ആയുധമാക്കിയത് ചൈനീസ് വംശീയതയ്ക്ക് ആക്കം കൂട്ടുകയാണ് ചെയ്തത്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ മുമ്പ് കാട്ടിലെ വവ്വാലുകളിൽ നിന്ന് വൈറസ് സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അവയുപയോഗിച്ച് പുറമേക്ക് വെളിപ്പെടുത്താത്ത പരീക്ഷണങ്ങൾ നടത്തിയെന്നതാണ് ചില ആരോപണങ്ങളുടെ കേന്ദ്രം. അത്തരത്തിലുള്ള ചില സിദ്ധാന്തങ്ങൾ, പ്രത്യേകിച്ച് ജീനോം എഞ്ചിനീയറിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് ആരോപിക്കുന്നവ, തെറ്റായ വിവരങ്ങളുടെയും ശാസ്ത്രീയ തെളിവുകളുടെ തെറ്റായ അവതരണങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. അബദ്ധത്തിലോ മനഃപൂർവ്വമായോ ഒരു ലബോറട്ടറിയിൽ നിന്ന് പുറത്തുവന്ന വൈറസാണ് രോഗം പരത്തുന്നത് എന്ന ആരോപണം മഹാമാരിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതാണെങ്കിൽ 2020 തുടക്കത്തിൽ അമേരിക്കയിൽ വലിയ ജനപ്രീതി ആർജിക്കുകയും ചെയ്തു. അമേരിക്കയും ചൈനയും തമ്മിൽ നേരത്തെ തന്നെ സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നല്ലോ. മാധ്യമങ്ങളും ശാസ്ത്രജ്ഞരും ഒരു ഗൂഢാലോചനാ സിദ്ധാന്തമെന്ന നിലയ്ക്ക് ഇതിനെ തള്ളിക്കളഞ്ഞിരുന്നു. അബദ്ധത്തിൽ ലബോറട്ടറിയിൽ നിന്ന് വൈറസ് പുറത്തുവന്നെന്ന വാദം 2021 പിന്നെയും ശക്തി പ്രാപിച്ചു. അത്തരമൊരു സാധ്യത അസംഭവ്യമാണെന്ന് പറയുന്ന ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് അതേ വർഷം മാർച്ച് മാസത്തിൽ പ്രസിദ്ധീകരിച്ചുവെങ്കിലും റിപ്പോർട്ടിന്റെ നിഗമനങ്ങൾ അന്തിമമല്ല എന്ന് WHO ഡയറക്ടറുടെ പ്രസ്താവനയും പുറത്തുവന്നു. ഇത്രയുമൊക്കെ ആയപ്പോഴേക്കും ലബോറട്ടറി ഓഡിറ്റ് നടത്താനുള്ള പദ്ധതികളോട് ചൈനയും നിസ്സഹകരണം പ്രഖ്യാപിച്ചു. കോവിഡ് മൂലമുള്ള തങ്ങളുടെ കഷ്ടതകളെല്ലാം ഈ ചൈനീസ് സർക്കാർ മനഃപൂർവ്വം ഉണ്ടാക്കിവിട്ടതാണോ എന്ന ലോകം മുഴുവൻ സംശയിച്ചു നിന്ന ആ ഘട്ടത്തിലും ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കാൻ യാതൊരു തെളിവുകളും പുറത്തു വന്നിരുന്നില്ല. അതായത്, ഒരു ചൈനീസ് ലബോറട്ടറിയിൽ നിന്ന് പുറത്തു വന്നതാണ് വൈറസ് എന്ന് സാധൂകരിക്കാനുള്ള ഒന്നും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നില്ല. അതേസമയം മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകർന്നതാണ് എന്ന സൂനോസിസിനെ പിന്തുണയ്ക്കുന്ന നിരവധി തെളിവുകൾ ഉണ്ട് താനും. നിലവിലുള്ള അന്വേഷണങ്ങളുടെ ഭാഗമായി ലാബ് ചോർച്ച പരിശോധിക്കണമെന്ന് ചില ശാസ്ത്രജ്ഞർ സമ്മതിക്കുന്നുണ്ടെങ്കിലും ഇതിനോടെല്ലാം സംബന്ധിച്ചുള്ള രാഷ്ട്രീയവൽക്കരണം ഒരാശങ്കയായി നിലനിൽക്കുന്നു. തെളിവുകളുടെ അഭാവത്തിലും ഇന്നും ചൈനയുടെ മേലെ നിന്നും മനഃപൂർവ്വം ലോകത്തെ മഹാമാരിയിലേക്ക് തള്ളിവിട്ടു എന്ന കരുതിയിൽ മാറിയിട്ടില്ല. വേഗതയുടെ ഈ കാലത്തും ലോകത്തെ മുഴുവൻ അടച്ചിടലിലേക്കും ഭീതിയിലേക്കും തള്ളിയ, കണ്ണിൽ കാണാനാകാത്ത ആ കുഞ്ഞൻ ഭീകരൻ എവിടെ നിന്നാകും ജന്മമെടുത്തത്? പ്രകൃതിയുടെ കളിയായിരുന്നോ അതിൻ്റെ രൂപമാറ്റവും സംഹാര താണ്ഡവവും? അതോ ലോകാധികാരവും സമ്പത്തും ലക്ഷ്യം വെച്ച് ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്ത് ഒരു ലാബിന്റെ തണുപ്പിൽ മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ടതോ? ആകാശത്തോളം മനുഷ്യനെ കൗതുകപ്പെടുത്തിയ മറ്റെന്തുണ്ട്? അത് കീഴടക്കുന്നിടത്ത് മനുഷ്യൻ ഭൂമിയേക്കാൾ വളർന്നതുപോലെയുള്ള ഒരു അനുഭവമുണ്ട്. അത്തരമൊരു കീഴടക്കലായിരുന്നു 50-ലധികം വർഷം മുൻപ് അമേരിക്ക നടത്തിയ മഹത്തായ ചാന്ദ്രദൗത്യം. മനുഷ്യകുലത്തെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ഭൂമിയുടെ ഭ്രമണപഥത്തിനു പുറത്ത് ഭൂമിയുടെ ഉപഗ്രഹത്തിൽ മനുഷ്യനെ എത്തിച്ചു. 1969 ജൂലൈ 16 നാസയുടെ അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനം ഫ്ലോറിഡയിലെ കെന്നഡി ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൽ 3 ബഹിരാകാശ പര്യവേക്ഷകരുമായി കുതിച്ചുയർന്നത്. നീൽ ആംസ്ട്രോങ്, ബസ് ആൽഡിൻ, മൈക്കൽ കോളിൻസ് എന്നിവരായിരുന്നു സഞ്ചാരികൾ. ജൂലൈ 20 മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി. നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡിനും ഈഗിൾ പേടകത്തിൽ ചന്ദ്രോപരിതലത്തിലിറങ്ങിയപ്പോൾ കോളിൻസ് കൊളംബിയ പേടകത്തിൽ തന്നെ ഇരുന്നു. ചെറുപേടകം ചന്ദ്രന്റെ ഉപരിതലത്തിലിറങ്ങി 6 മണിക്കൂറിന് ശേഷം നീൽ ആംസ്ട്രോങ് ആദ്യവും 19 മിനിറ്റ് ശേഷം ആൽഡ്രിനും ചന്ദ്രനിൽ കാലുകുത്തി. 21 മണിക്കൂറും 31 മിനിറ്റും 31 സെക്കൻഡും ചന്ദ്രനിൽ ചിലവഴിച്ച സംഘം പാറയും മണ്ണുമടക്കം 21.5 കിലോഗ്രാം വസ്തുക്കൾ ശേഖരിച്ചു. ജൂലൈ 24 3-അംഗ സംഘം ഭൂമിയിൽ തിരിച്ചെത്തി. 10 വർഷം നീണ്ട പരിശ്രമങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും വിജയം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ സോവിയറ്റ് യൂണിയൻ ചേരികൾ തമ്മിൽ നിലനിന്നിരുന്ന ശീതയുദ്ധമാണ് ബഹിരാകാശ പോരാട്ടങ്ങൾക്ക് വഴിവെച്ചത്. സ്പുട്നിക് 1 എന്ന കൃത്രിമ ഉപഗ്രഹം 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ ബഹിരാകാശത്തെത്തിച്ചതോടെ ആകാശക്കളികൾക്ക് രംഗം തുറന്നു. 1959 ആളില്ലാത്ത ശൂന്യാകാശ വാഹനമായ ലൂണ 2 ചാന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറക്കുകയും 1961 ഏപ്രിൽ 12 മനുഷ്യനെ ബഹിരാകാശത്തെത്തിച്ചും റഷ്യയുടെ സ്കോർ കാർഡ് മികച്ചുനിന്നു. നിരവധി ചരിത്ര നേട്ടങ്ങൾ റഷ്യയുടെ പേരിലായതോടെ അമേരിക്ക തങ്ങളുടെ ബഹിരാകാശ പരീക്ഷണങ്ങൾ ശക്തമാക്കി. 1961
ചാന്ദ്രദൗത്യമായ അപ്പോളോ പദ്ധതി പ്രഖ്യാപിച്ചു. 1967 ആദ്യ ദൗത്യം ദുരന്തമായെങ്കിലും 2 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യനെ ചന്ദ്രനിലിറക്കി തങ്ങളുടെ അജയ്യത അമേരിക്ക പ്രഖ്യാപിക്കുകയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ചരിത്രവും ശാസ്ത്രവുമെല്ലാം പറഞ്ഞ് നാം ഏതാണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതല്ല സത്യം എന്ന് പറയുന്ന പ്രബലമായ ഒരു ധാര വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ ചാന്ദ്രദൗത്യം ഒരു കളവാണെന്നും നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയതായി പറയപ്പെടുന്ന ഫോട്ടോ കൃത്രിമമായി നിർമ്മിച്ചതാണെന്നുമാണ് ഈ വാദങ്ങളുടെ കാതൽ. മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടുണ്ടോ? ഈ ചോദ്യം നിങ്ങൾ അമേരിക്കക്കാരോട് ചോദിച്ചാൽ 100-ൽ 6 മുതൽ 20 പേർ വരെ മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടില്ല എന്നാണ് പറയുകയത്രേ. 20% ഇറ്റലിക്കാരും ചാന്ദ്രയാത്ര ഒരു ഹോക്സ് ആണെന്ന് വിശ്വസിക്കുന്നതായും ഈയടുത്ത് ഒരു സർവേ വെളിപ്പെടുത്തി. ചാന്ദ്രയാത്ര തട്ടിപ്പാണെന്ന് കാണിക്കാൻ പോകുന്ന തെളിവുകളുമായി അനേകം പുസ്തകങ്ങളും ടെലിവിഷൻ പരിപാടികളും ഇക്കാലം കൊണ്ട് മുന്നോട്ട് വന്നു. ശാസ്ത്രീയമെന്ന് സാധാരണക്കാരന് തോന്നുന്ന തെളിവുകളൊക്കെ അവയിലുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട എഴുത്താണ് അമേരിക്കൻ നേവി ഉദ്യോഗസ്ഥനായിരുന്ന ബിൽ കെയ്ംസിൻ്റേത്. ഒരു തട്ടിപ്പുന്നയിക്കാൻ തനിക്ക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ശാസ്ത്ര ബിരുദങ്ങളുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞ കെയ്സിംഗ് മെർക്കുറി, ജർമ്മനി, അറ്റ്ലസ്, അപ്പോളോ എന്നിങ്ങനെ ബഹിരാകാശ ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളിൽ തനിക്ക് ആക്സസ് ഉണ്ടായിരുന്നുവെന്ന് വാദിച്ചു. ഒരുപക്ഷെ ചന്ദ്രനിലേക്ക് ആവശ്യമായ റോക്കറ്റ് ക്രൂവിനെ അയക്കാമെങ്കിലും തിരികെ വരാനുള്ള സാങ്കേതികവിദ്യ അക്കാലത്ത് വികസിപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെന്ന് തന്റെ സഹപ്രവർത്തകരായ റോക്കറ്റ് ഡൈൻ ശാസ്ത്രജ്ഞൻ പറഞ്ഞതായും കേസിംഗ് പുറത്തുവിട്ടു. അന്തരീക്ഷത്തിലെ റേഡിയേഷനുകൾ ബഹിരാകാശ സഞ്ചാരികൾക്ക് ഹാനികരമാകാത്ത വിധം എങ്ങനെ പ്രതിരോധിക്കുമെന്നതും അന്ന് പരിഹരിക്കപ്പെടാത്ത വിഷയമാണെന്നും അവരിൽ നിന്നും അറിഞ്ഞു. ഇതിന്റെയെല്ലാം വെളിച്ചത്തിൽ 1976 നമ്മൾ ഒരിക്കലും ചന്ദ്രനിൽ പോയിട്ടില്ല, അമേരിക്കയുടെ $30 ബില്യൺ തട്ടിപ്പ്, അതായത് വി നെവർ വെന്റ് ടു ദ മൂൺ, അമേരിക്കാസ് $30 ബില്യൺ സ്വെൻഡൽ എന്ന പേരിൽ ഒരു പുസ്തകമെഴുതി സ്വയം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്ന് തെളിയിക്കാൻ കേസിംഗ് തന്റെ പുസ്തകത്തിൽ അവതരിപ്പിച്ച അവകാശവാദങ്ങൾ ഏറെയുണ്ട്. ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം നാസയ്ക്കില്ലായിരുന്നു. ചന്ദ്രന്റെ ഉപരിതല ഫോട്ടോഗ്രാഫുകളിൽ നക്ഷത്രങ്ങളില്ലാത്തത് ഒരു തട്ടിപ്പിന്റെ സൂചനയാണ്. ചന്ദ്രനിലെടുത്ത ഫോട്ടോകളിൽ വിശദീകരിക്കാനാകാത്ത ഒപ്റ്റിക്കൽ അപാകതകളുണ്ടായിരുന്നു. ലൂണാർ മൊഡ്യൂളുകൾക്ക് താഴെ സ്ഫോടന ഗർത്തങ്ങളുടെ അഭാവമുണ്ടായിരുന്നു. കൂടാതെ ലൂണാർ മൊഡ്യൂളുകളുടെ റോക്കറ്റ് എഞ്ചിനുകൾ ഇറങ്ങുന്നതിന്റെ അവസാന നിമിഷങ്ങളിൽ അവയുടെ ലാൻഡിംഗ് സൈറ്റുകൾക്ക് സമീപം ഒരു വലിയ പൊടിപടലം സൃഷ്ടിക്കേണ്ടതായിരുന്നു. നോർത്ത് അമേരിക്കൻ ഏവിയേഷന്റെ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സേഫ്റ്റി ഇൻസ്പെക്ടറായ തോമസ് ബാരന്റെ മരണം ദുരൂഹവും തട്ടിപ്പിന്റെ സൂചനയുമായിട്ടായിരുന്നു കേസിംഗിന് തോന്നിയിട്ടുള്ളത്. പിന്നീട് ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി ഭൂമി ഉരുണ്ടിട്ടല്ല പരന്നിട്ടാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ സംഘടന ഇവരെല്ലാം കേസിംഗിന്റെ വാദങ്ങളെ ഏറ്റെടുത്തു. വാൾട്ട് ഡിസ്നി എന്ന ആനിമേഷൻ കമ്പനിയോടൊപ്പം ചേർന്ന് നാസ നടത്തിയ തട്ടിപ്പാണ് ചാന്ദ്രയാത്ര എന്നുവരെ അവർ പറഞ്ഞു. നിർഭാഗ്യവശാൽ കേസിംഗിന്റെ സിദ്ധാന്തങ്ങളുടെ പ്രചാരണം അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തോടെ അവസാനിച്ചില്ല. ബഹിരാകാശ യാത്രികർ ചൊവ്വയിൽ ഇറങ്ങുന്നതിനെക്കുറിച്ചുള്ള സർക്കാർ തട്ടിപ്പ് പുറത്തുകൊണ്ടുവരുന്ന ഒരു പത്രപ്രവർത്തകന്റെ കഥ പറഞ്ഞ 1978 റിലീസ് ചെയ്ത കാപ്രിക്കോൺ 1 എന്ന സിനിമ ചന്ദ്രനിലിറങ്ങൽ തട്ടിപ്പാണെന്ന ആശയം പ്രചരിപ്പിക്കാൻ വളരെയധികം സഹായിച്ചു. ഈ തട്ടിപ്പ് സാധൂകരിക്കാൻ പല ഡോക്യുമെന്ററികളും കാപ്രിക്കോൺ 1 ഫൂട്ടേജസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് തമാശ. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ സ്റ്റാൻലി കൂബ്രിക്കിന്റെ പേരും ചാന്ദ്രയാത്ര തട്ടിപ്പാണെന്ന് വാദിക്കുന്നവർ സ്ഥിരമായി പറയാറുണ്ട്. യഥാർത്ഥ ഉറവിടം വ്യക്തമല്ലെങ്കിലും 1968 ഇറങ്ങിയ കൂബ്രിക്കിന്റെ സിനിമ 2001 എ സ്പേസ് ഒഡീസി കണ്ട ശേഷം നാസ സമീപിച്ചതിനെ തുടർന്ന് സ്റ്റാൻലി കൂബ്രിക് സെറ്റിട്ട് മൂൺ ലാൻഡിംഗിന്റെ ഫൂട്ടേജസ് സംവിധാനം ചെയ്തതായാണ് ആരോപണം. കൂബ്രിക് ആദ്യം ഈ ഓഫർ നിരസിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ചെറിയ സഹോദരനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണ് എന്ന കുറ്റം ചുമത്തി നാട് കടത്തുമെന്ന് നാസ ഭീഷണിപ്പെടുത്തിയപ്പോൾ അദ്ദേഹം വഴങ്ങി. മരിച്ചിട്ട് 20 വർഷം കഴിഞ്ഞതിനാൽ ഈ സിദ്ധാന്തത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് നേരിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന് പറയാനാകില്ല. എങ്കിലും കൂബ്രിക്കിന്റെ മകൾ വിവിയൻ ചന്ദ്രനിൽ ഇറങ്ങുന്നത് കൃത്രിമമായി സൃഷ്ടിക്കാൻ തന്റെ പിതാവ് അമേരിക്കൻ സർക്കാരിനെ സഹായിച്ചുവെന്ന വാദങ്ങളെ നിഷേധിച്ചു. മൂൺ ലാൻഡിംഗ് വ്യാജമായി സൃഷ്ടിക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെങ്കിൽ കുറെ കൂടി ബോറടിപ്പിക്കാതെ സിനിമകൾ അദ്ദേഹം ഉണ്ടാക്കിയേനെ എന്ന് വിവിയൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ചന്ദ്രനിൽ വച്ചെടുത്ത ചിത്രങ്ങളിലൊന്നും ആകാശത്ത് നക്ഷത്രങ്ങളെ കാണുന്നില്ല എന്നതാണ് ചാന്ദ്രയാത്ര തട്ടിപ്പാണെന്നതിന് പ്രധാനമായും പറയപ്പെടുന്ന തെളിവ്. ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങിയതെല്ലാം ചന്ദ്രന്റെ പകൽഭാഗത്താണ്. നക്ഷത്രങ്ങളെ പകർത്തണമെന്ന് കരുതി ചിത്രമെടുത്താൽ ചന്ദ്രോപരിതലവും യാത്രികരും ഓവർ എക്സ്പോസ്ഡ് ആകും.
ഒരൊറ്റ ഫ്രെയിമിൽ ഇത് രണ്ടും കൂടി നടക്കില്ല എന്നർത്ഥം. ആംസ്ട്രോങ് ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന വീഡിയോ എങ്ങനെ എടുത്തു? ചന്ദ്രോപരിതലത്തിലാണെങ്കിൽ മറ്റാരുമില്ലതാനും. ഇതാണ് മറ്റൊരു ചോദ്യം. ലൂണാർ മൊഡ്യൂളിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയിൽ നിന്നാണ് ആ വീഡിയോ പകർത്തിയതെന്ന ലളിതമായ ഉത്തരമാണ് മറുപടി. ബഹിരാകാശ യാത്രികർ ചാന്ദ്രയാത്രയിൽ മാരകമായ വികിരണങ്ങളായ വാൻ അലൻ റേഡിയേഷൻ ബെൽറ്റ് കടന്ന് എങ്ങനെ പോകുമെന്ന ചോദ്യത്തിനും ശാസ്ത്രലോകം ഉത്തരം നൽകുന്നു. അപ്പോളോ 11 ഹാനികരമായ ബെൽറ്റിലൂടെ സഞ്ചരിച്ച സമയം വളരെ കുറവായെന്നു മാത്രമല്ല, സഞ്ചരിച്ച പാത വാൻ അലൻ ബെൽറ്റിന്റെ തീവ്രത കുറഞ്ഞ ഭാഗത്തു കൂടിയുമാണ്. ഹാനികരമായ അയോണൈസിംഗ് വികിരണങ്ങളെ തടയാൻ പേടകത്തിന്റെ അലുമിനിയം കവചം ധാരാളമാണ്. അന്തരീക്ഷമില്ലാത്ത ചന്ദ്രനിൽ കൊടി പറക്കുന്നതെങ്ങനെ? കൊടിയിലുണ്ടായിരുന്ന ചുളിവുകളാണ് കാറ്റുകൾ ഉണ്ടായിരുന്നു പോലുള്ള പ്രതീതി ഉണ്ടാക്കുന്നത്. മാത്രമല്ല, കൊടി ഘടിപ്പിച്ചിരിക്കുന്നത് തലതിരിഞ്ഞ എൽ ആകൃതിയിലുള്ള വടിയിലാണ്. മൂൺ ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്ക് ശാസ്ത്രം തന്നെ മറുപടികൾ നൽകിയിട്ടും അവ ഇപ്പോഴും ചെറുതല്ലാത്ത ജനക്കൂട്ടത്തിന്റെ വിശ്വാസ്യതയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മുയൽക്കുട്ടി ഉറങ്ങുന്നത് പോലെയുള്ള മുഖപ്പാടുമായി ചന്ദ്രനെപ്പോഴും വെളിച്ചം തൂകി നിൽക്കുന്നു. നമുക്കറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ തനിക്കുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന ഗൂഢസ്മിതത്തോടെ. 2001 സെപ്റ്റംബർ 11 വൈറ്റ് ഹൗസിൽ നിന്ന് ടെലിവിഷൻ ലൈവിൽ വന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് ദുഃഖത്തോടെ ആ വിവരം ലോകത്തെയും അമേരിക്കൻ ജനതയെയും ഔദ്യോഗികമായി അറിയിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യവും സമാധാനവും ഒരു നിര തീവ്രവാദി ആക്രമണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. 23 വർഷങ്ങൾക്കിപ്പുറവും ലോകത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രസ്താവനയും അതിനു കാരണമായ സംഭവങ്ങളും സത്യമായിരുന്നു. അതോ ലോകത്തെ എക്കാലവും അടക്കി ഭരിക്കാൻ ആഗ്രഹിച്ച അമേരിക്ക തങ്ങളുടെ അജണ്ടകൾ നിറവേറ്റാൻ നടത്തിയ കണ്ണിൽ പൊടിയിടലായിരുന്നു അത്? 9/11 തെളിഞ്ഞ പകൽ അമേരിക്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 11 ബോസ്റ്റണിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 92 പേരുമായി ലോസ് ഏഞ്ചൽസ് ലക്ഷ്യമാക്കി പറന്നുയർന്നു. 81 പേരും യാത്രക്കാരും, ബാക്കി ക്രൂ മെമ്പേഴ്സും. ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങി. 15-ാം മിനിറ്റിൽ യാത്രക്കാരിൽ 5 പേർ തങ്ങൾ വിമാന റാഞ്ചികളാണെന്ന് പ്രഖ്യാപിച്ചു. അവരിലുള്ള പൈലറ്റായ മുഹമ്മദ് വിമാനത്തിന്റെ നിയന്ത്രണം തട്ടിയെടുത്ത് അമേരിക്കയുടെ ചരിത്ര പ്രാധാന്യമുള്ള വേൾഡ് ട്രേഡ് സെന്റർ ലക്ഷ്യമാക്കി കുതിച്ചു. ന്യൂയോർക്കിന്റെ അഭിമാനമായ ആ ബിൽഡിംഗിന്റെ നോർത്ത് ടവറിൽ അമേരിക്കൻ സമയം 8:45 വിമാനം ഇടിച്ചിറക്കി. ആ സമയം ഫ്ലോറിഡയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്ന പ്രസിഡന്റ് ബുഷിന് താൻ കേട്ട വാർത്ത വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ഒരുപക്ഷെ പൈലറ്റിന് ഹൃദയാഘാതമുണ്ടായതാകാമെന്ന് പോലും കരുതിയ ബുഷിനെ തേടി 17-ാം മിനിറ്റിൽ മറ്റൊരു വാർത്ത കൂടിയെത്തി. യുണൈറ്റഡ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 175 റാഞ്ചിയിരിക്കുന്നു. ഇത്തവണ സൗത്ത് ടവർ ആയിരുന്നു അവരുടെ ലക്ഷ്യം. രണ്ടാമത്തെ അറ്റാക്ക് കഴിഞ്ഞതോടെ ബുഷിന്റെ സെക്രട്ടറി ഫ്ലോറിഡയിലെത്തി ബുഷിനെ കാര്യമറിയിച്ചു. അമേരിക്ക അപകടത്തിലാണ്. ഫ്ലോറിഡയിലെ സ്കൂൾ കുട്ടികൾക്കൊപ്പമായിരുന്ന ബുഷ് അവിടെ തന്നെ തുടർന്നു. അടുത്ത 7 മിനിറ്റുകൾക്കുള്ളിൽ ലോകം മുഴുവൻ ഈ വാർത്തയെത്തി. അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്റർ തീവ്രവാദികൾ തകർത്തിരിക്കുന്നു. കുറച്ചു സമയത്തിൽ തന്നെ 2 വിമാനങ്ങൾ കൂടി റാഞ്ചപ്പെട്ടു. അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് 77, യുണൈറ്റഡ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 93. തട്ടിയെടുത്ത തീവ്രവാദികൾ അവയെ വഴിമാറ്റി വാഷിംഗ്ടൺ DC ലക്ഷ്യമാക്കി പറത്തി. അമേരിക്കൻ പ്രതിരോധ വിഭാഗത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ സ്ഥിതി ചെയ്യുന്ന പെന്റഗൺ ഫ്ലൈറ്റ് 77 ഇടിച്ചിറക്കി തകർത്തു. അതോടെ അമേരിക്കയുടെ എല്ലാ വ്യോമ കേന്ദ്രങ്ങളും അടച്ചിടാൻ തീരുമാനമായി. 9:59 ഇടിയുടെ ആഘാതത്താലും തീപിടുത്തത്താലും വേൾഡ് ട്രേഡ് സെന്റർ സൗത്ത് ടവർ നിലംപൊത്തി. റാഞ്ചിയ 4ാമത്തെ വിമാനം വൈറ്റ് ഹൗസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഹിൽ ലക്ഷ്യമാക്കിയാവാം നീങ്ങുന്നതെന്ന് എല്ലാവരും ഭയന്നു. അതേസമയം 4ാമത്തെ ഫ്ലൈറ്റിലെ ചില യാത്രക്കാരുടെ സെൽഫോണുകൾ ഓണാവുകയും അവരുടെ ബന്ധുക്കൾ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് അവരെ അറിയിക്കുകയും ചെയ്തു. ഭയപ്പെടുത്തുന്ന വിവരങ്ങൾ അറിഞ്ഞ ഫ്ലൈറ്റ് 93യിലെ സാധാരണ യാത്രക്കാർ ഉടനെ തിരിച്ചടിച്ചില്ലെങ്കിൽ തങ്ങളുടെ വിമാനവും ഇടിച്ചിറക്കപ്പെടുമെന്ന് മനസ്സിലാക്കി. പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിനുള്ള സൗണ്ട് റെക്കോർഡിംഗുകൾ മാത്രമാണ് ലോകത്തിന് ലഭ്യമായിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം അജ്ഞാതമാണ്. എന്തായാലും ആ വിമാനം ഒരു മൈതാനത്ത് ക്രാഷ് ലാൻഡ് ചെയ്തു. ഇതേ സമയം വേൾഡ് ട്രേഡ് സെന്ററിന്റെ നോർത്ത് ടവർ വീണു. ആക്രമണങ്ങളിലായി ഏതാണ്ട് 3000 പേര് മരിച്ചതായും 6000 പേർക്ക് പരിക്കേറ്റതായും ഉച്ചയോടെ രേഖപ്പെടുത്തി. അൽ ഖ്വയ്ദയുടെ ഒസാമ ബിൻ ലാദനാണ് ഈ ആക്രമണത്തിന്റെ സൂത്രധാരനെന്ന് പ്രചരിക്കപ്പെട്ടു. പക്ഷേ ലാദൻ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ആരോപണം നിഷേധിച്ചുകൊണ്ട് ലാദൻ പ്രസ്താവനയിറക്കി. പക്ഷേ 3 വർഷം കഴിഞ്ഞ് 2004 അടുത്ത അമേരിക്കൻ ഇലക്ഷൻ സമയത്ത് ലാദന്റേത് എന്ന് പറയപ്പെടുന്ന ഒരു ശബ്ദരേഖ പുറത്തുവന്നു. അതിൽ കുറ്റങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്യാനുള്ള കാരണങ്ങൾ ലാദൻ വിശദമാക്കി. അമേരിക്കയുടെ ഇസ്രയേൽ ആഭിമുഖ്യം, മിഡിൽ ഈസ്റ്റിലെ ഇടപെടലുകൾ, ലെബനോണിലെ, ഇറാഖിലെ, സൗദി അറേബ്യയിലെ പ്രവർത്തനങ്ങൾ
എന്നിവയെ അടിസ്ഥാനമാക്കി അമേരിക്കയെ ഒരു പാഠം പഠിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇത്രയുമായിരുന്നു ലോകം കണ്ടത്. പക്ഷേ ഇത് വെറുമൊരു തീവ്രവാദി ആക്രമണമല്ലെന്ന് പലരും വിശ്വസിക്കുന്നു. അതിനെ സാധൂകരിക്കുന്ന നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഒരു ദാരുണമായ അപകടമല്ലെന്നും സത്യം സർക്കാർ മൂടിവെച്ചിരിക്കുകയാണെന്നുമുള്ള സിദ്ധാന്തത്തിന് യഥാർത്ഥത്തിൽ നിരവധി വ്യാഖ്യാനങ്ങൾ കാണാം. അതിലൊന്ന്, സ്റ്റോക്ക് വ്യാപാരികൾക്ക് ഈ ആക്രമണങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നു എന്നുള്ളതാണ്. ആദ്യം വിമാനം ടവറിൽ ഇറക്കുന്നതിന് തൊട്ടുമുമ്പ് അമേരിക്കൻ എയർലൈൻസിന്റെയും യുണൈറ്റഡ് എയർലൈൻസിന്റെയും ഓഹരികൾ വിൽക്കാൻ നിരവധി നിക്ഷേപകർ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. ആക്രമണം നടത്തുന്നതിനായി ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാന കമ്പനികളായിരുന്നു ഇവ. ഇൻഷുറൻസ് സ്ഥാപനങ്ങളിലെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെയും വ്യാപാരികൾ ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കുകയും തങ്ങൾക്ക് നഷ്ടമുണ്ടാകാത്ത വിധം ആ വിവരം ഉപയോഗിക്കുകയും ചെയ്തുവെന്ന് പല ഗൂഢാലോചനാ സിദ്ധാന്തക്കാരും വിശ്വസിക്കുന്നു. മറ്റൊന്നെന്താണെന്നോ, ഇതൊരു നിയന്ത്രിത സ്ഫോടനമായിരുന്നു. ജെറ്റ് ഫ്യൂവലിന് ഒരിക്കലും സ്റ്റീലിനെ ഉരുക്കാൻ കഴിയില്ല. മാത്രമല്ല, ഫ്ലൈറ്റുകൾ ഉണ്ടാക്കിയ ആഘാതമോ തീപിടുത്തമോ മാത്രം കൊണ്ട് ടവറുകൾ നിലംപൊത്തില്ല. അതിന് മറ്റു സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിരിക്കാമെന്നാണ് ആർക്കിടെക്ട് റിച്ചാർഡ് ഗേജ്, ഫിസിസ്റ്റ് സ്റ്റീവൻ ഇ ജോൺസ്, എഞ്ചിനീയർ ജിം ഹോഫ്മാൻ എന്നിവരുടെ തിയറികൾ പറയുന്നത്. തകർന്ന കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള അവശിഷ്ടങ്ങളിലും പൊടിയിലും തെർമൈറ്റ്, നാനോ തെർമൈറ്റ് സംയുക്തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. തീപിടുത്തത്തിലല്ല, സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് അവ തകർത്തതെന്ന് ഇത് വെളിവാക്കുന്നു. നെയിൽസ് ഹാരിറ്റ്, ജെഫ്രി ഫാരർ, സ്റ്റീവൻ ഇ ജോൺസ് എന്നിവർ ഓപ്പൺ കെമിക്കൽ ഫിസിക്സ് ജേർണൽ പ്രസിദ്ധപ്പെടുത്തിയ പഠനത്തിലാണ് ഇത് പറയുന്നത്. കെട്ടിടങ്ങൾ തകർന്നു വീണ വിസ്തൃതിയും തകർന്ന അവശിഷ്ടങ്ങളിലെ ചൂടുമെല്ലാം വെളിവാക്കുന്നത് വിമാനങ്ങൾ ഇടിച്ചിറക്കിയ അതേ സമയം തന്നെ നടന്ന മറ്റൊരു സ്ഫോടനമാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ്. ഫിലിം മേക്കർ ഡിലാൻ എവറി, പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് തിയറി മിസാൻ എന്നിവരുടെ തിയറി പ്രകാരം പെന്റഗൺ ടവറിൽ അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് 77 ഇടിച്ചു കയറിയിട്ടേയില്ല. പകരം അമേരിക്കൻ ഗവൺമെന്റിന്റെ അറിവോടെ ഒരു മിസൈലാണ് പെന്റഗണിൽ തുളച്ചു കയറിയത്. 125 അടിയോളം വീതിയുള്ള ഒരു ബോയിങ് 757 വിമാനം ഉണ്ടാക്കാവുന്ന ആഘാതത്തിന് പകരം വെറും 60 അടി മാത്രം വലിപ്പമുള്ള ഒരു ദ്വാരമാണ് പെന്റഗണിൽ കണ്ടെത്താനായത്. അതുണ്ടാക്കാൻ ഒരു മിസൈലിനാണ് സാധിക്കുക എന്ന് ഈ തിയറി വാദിക്കുന്നു. നോർത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമാൻഡിന് വിമാനങ്ങൾ കണ്ടെത്താനും ആക്രമണങ്ങൾ തടസ്സപ്പെടുത്താനുമുള്ള കഴിവുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുമായിരുന്നിട്ടും അത് തടയാൻ ഇവർ ഒന്നും ചെയ്തില്ല എന്നതാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്ന മറ്റൊരു ഗൂഢാലോചനാ സിദ്ധാന്തം. അപകടത്തിന് മുൻപ് വിമാനങ്ങൾ താഴെ ഇറക്കുന്നതിനു പകരം ടവറിലേക്കും പെന്റഗണിലേക്കും എത്തിച്ചേരാൻ വിമാനങ്ങൾക്ക് കഴിയുന്നതായി ഇവർ യുദ്ധവിമാനങ്ങളെ വൈകിപ്പിച്ചതായി പറയപ്പെടുന്നു. മറ്റൊന്ന്, 4ാമത്തെ വിമാനത്തിൽ നിന്ന് സംഭവിച്ച ഫോൺ കോളുകൾ വ്യാജമാണ് എന്നതാണ്. ഇത്രയും ഉയരത്തിൽ നിന്നുള്ള ഫോൺ കോളുകൾ അസാധ്യമാണ് എന്നും അവയിൽ ചില കോളുകൾ നടത്തിയ ആളുകളുടെ പേരുകളും ഐഡന്റിറ്റികളും വ്യാജമാണെന്നും കണ്ടെത്തി. ഇത്തരത്തിൽ അനവധി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ 9/11 ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. യാഥാർത്ഥ്യം എന്തുതന്നെയായാലും ഈ ദുരന്തത്തിലൂടെ ലോകത്തിന് വലിയ രീതിയിൽ പരിക്കേറ്റു എന്ന് തന്നെ പറയേണ്ടി. 1963 നവംബർ മാസം ഒരു തുറന്ന ലിമോസിനിൽ ടെക്സസിലെ ദല്ലാസിലൂടെ തന്റെ ഭാവി വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് മുന്നോട്ട് നീങ്ങുകയാണ് അമേരിക്കയുടെ 35ാം പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി. അന്ന് അദ്ദേഹം പ്രശസ്തിയുടെ കൊടുമുടിയിലായിരുന്നു. 1960 കെന്നഡി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ശീതയുദ്ധം മുറുകി നിൽക്കുന്ന കാലമായിരുന്നു. ആണവായുധങ്ങൾക്കും മറ്റ് യുദ്ധക്കോപ്പുകൾക്കുമായി കൈയയച്ച് ചിലവഴിച്ച കെന്നഡി വിയറ്റ്നാം യുദ്ധമുഖത്തേക്ക് അയച്ച മിലിറ്ററി അഡ്വൈസർമാരുടെ എണ്ണം 400-ൽ നിന്ന് 16,000-ലേക്ക് കൂട്ടി. കെന്നഡിയുടെ വിദേശ നയത്തിന്റെ ഭൂരിഭാഗവും സോവിയറ്റ് യൂണിയനെയും കമ്മ്യൂണിസത്തെയും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ക്യൂബയിലെ ഫിഡൽ കാസ്ട്രോയുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ നേതൃത്വം നൽകിയെങ്കിലും ഇത് 1961 ബേ ഓഫ് പിഗ്സ് അധിനിവേശത്തിൽ പരാജയപ്പെടുന്നിടത്താണ് അവസാനിച്ചത്. അടുത്ത വർഷം കെന്നഡി ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ഇല്ലാതാക്കി. അതോടെ മനുഷ്യരാശി ഒരു ആണവ വംശഹത്യയോട് ഏറ്റവും അടുത്തുവരുന്നതായി ലോകത്തിന് അനുഭവപ്പെട്ടു. കമ്മ്യൂണിസവും കെന്നഡിയും രണ്ടും കൊടും ശത്രുക്കൾ. തികച്ചും 2 ചേരിയിൽ തന്നെ അവർ നിലകൊണ്ടു. അങ്ങനെയിരിക്കെ 1963 ലിബറൽ US സെനറ്റർ റാൽഫ് യാർബയോറും കൺസർവേറ്റീവ് ഗവർണർ ജോൺ കേണലിയും തമ്മിലുള്ള സംഘർഷങ്ങൾ പരിഹരിക്കാൻ കെന്നഡി ടെക്സസിലേക്ക് പോകാൻ തീരുമാനിച്ചു. 1964 തന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അനൗപചാരികമായ തുടക്കമായിട്ടാണ് കെന്നഡി ടെക്സസ് യാത്രയെ വീക്ഷിച്ചത്. നവംബർ 21 കെന്നഡിയും ഭാര്യ ജാക്വലിനും ടെക്സസിലേക്ക് പുറപ്പെട്ടു. 22
താമസിച്ച ഹോട്ടലിനു മുൻപിലും ചേംബർ ഓഫ് കൊമേഴ്സിലും പ്രസംഗിച്ചതിന് ശേഷം ഡല്ലാസിലെ ലവ് ലീഫ്റ്റ് എയർപോർട്ടിൽ ഇറങ്ങി ആളുകളെ അഭിവാദ്യം ചെയ്ത് ഒരു തുറന്ന ലീമൂസിന്റെ ബാക്ക് സീറ്റിൽ കയറി. ഡെമോക്രാറ്റിക് ടെക്സസ് ഗവർണർ ജോൺ കൊന്നലിയും ഭാര്യയും മുൻസീറ്റിൽ കയറി. അവരുടെ വാഹനത്തിന് പുറകിലായി 2 സീക്രട്ട് ഏജന്റുകളും യാത്ര തിരിച്ചു. ഏതാണ്ട് 2 ലക്ഷം കാണികൾക്കിടയിലൂടെ 10 മൈൽ അകലെയുള്ള അടുത്ത പ്രസംഗ സ്ഥലമായ ഡല്ലാസ് ട്രേഡ് മാർട്ടിലേക്ക് മുന്നേറവേ കൊന്നൊളിയുടെ ഭാര്യ കഴുത്ത് തിരിച്ച് കെന്നഡിയോട് പറഞ്ഞു, "ഡല്ലാസ് ഇതാ നിങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നു." മറുപടിയായി കെന്നഡി പറഞ്ഞു, "അതെ, ഇല്ലെന്ന് പറയാനാവില്ല." അപ്പോൾ സമയം 12:30. അത് കെന്നഡിയുടെ അവസാന വാക്കുകളായിരുന്നു. ആദ്യത്തെ വെടി അത് കഴുത്തിലാണയച്ചത്. ആ തിര കൊന്നൊളിയുടെ തോളിൽ മുറിവേൽപ്പിച്ച് കടന്നുപോയി. രണ്ടാമത്തെ വെടി കെന്നഡിയുടെ തല തുളച്ച് മരണമുറപ്പിച്ചു. അരമണിക്കൂർ കഴിഞ്ഞ് പാർക്ക്ലാൻഡ് ഹോസ്പിറ്റൽ ഔദ്യോഗികമായി ആ മരണം പ്രഖ്യാപിച്ചു. പോലീസ് 1 മണിക്കൂറിനുള്ളിൽ സംശയകരമായ സാഹചര്യത്തിൽ ഒരാളെ കണ്ടെത്തി. ലീ ഹാർവി ഓസ്വെൽഡ്. ടെക്സസ് സ്കൂൾ ബുക്ക് ഡിപ്പോസിറ്ററി കെട്ടിടത്തിന്റെ തെക്കുപടിഞ്ഞാറൻ മൂലയിലെ 6ാം നിലയിൽ നിന്നുമാണ് അയാൾ വെടിയുതിർത്തത്. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 1 മാസമായി അവിടെ ജോലിയെടുത്തു വരുന്ന ഓസ്വാൾഡിനെ അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിന് ഉപയോഗിച്ച കാർക്കാനോ റൈഫിൾ ആ വർഷം തുടക്കത്തിലാണ് ഓസ്വാൾഡ് വാങ്ങിയത്. മുൻപ് സൈന്യത്തിൽ പ്രവർത്തിച്ച പരിചയമുണ്ടെങ്കിൽ പോലും ഏതാണ്ട് 250 അടിയോളം അകലെയുള്ള ചലിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്ന പ്രസിഡന്റിനെ പോലെ ഒരാളെ 2 വെടിയുതിർത്ത് കൊലപ്പെടുത്താൻ ആ തോക്കിനോ ഓസ്വാൾഡിനോ സാധിച്ചുവെന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പോലും സാധിക്കില്ല. അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച പോലീസ് ഓഫീസറെ മറ്റൊരു പിസ്റ്റൾ കൊണ്ട് ഓസ്വാൾഡ് ഷൂട്ട് ചെയ്തു. ഒടുവിൽ ഒരു തിയേറ്ററിൽ നിന്നും അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ പക്കൽ 2 തോക്കുകളും അത് വാങ്ങാൻ ഉപയോഗിച്ച വ്യാജ തിരിച്ചറിയൽ കാർഡും ഉണ്ടായിരുന്നു. 2 ദിവസത്തിൽ സിറ്റി ജയിലിൽ നിന്ന് കൺട്രി ജയിലിലേക്ക് മാറ്റവേ ലക്ഷക്കണക്കിന് ആളുകൾ ടിവിയിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കെ ഓസ്വാൾഡിന് നേരെ വെടിവയ്പുണ്ടായി. ഒരു നെറ്റ് ക്ലബ്ബ് നടത്തിക്കൊണ്ടിരുന്ന ജാക്ക് റൂബി എന്നയാളാണ് വെടിയുതിർത്തത്. 1963 നവംബർ 29 പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസൺ അന്വേഷണത്തിലായി വാറന്റ് കമ്മീഷനെ നിയോഗിച്ചു. 1964 സെപ്റ്റംബർ 24 888 പേജുള്ള റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. അതനുസരിച്ച് ഓസ്വാൾഡ് 3 വെടികളാണ് ഉതിർത്തത്. മൂന്നാമത്തേത് പ്രസിഡന്റിന് ഏറ്റില്ല. എന്നാൽ ഈ റിപ്പോർട്ട് പലർക്കും അംഗീകരിക്കാനായില്ല. മറ്റൊരു ഷൂട്ടർ കൂടി സംഭവസ്ഥലത്തിൽ ഉണ്ടായിരുന്നുവെന്നായിരുന്നു അവരുടെ വാദം. ആദ്യ 3 ഷോട്ടുകൾക്ക് ശേഷം 4ാമത്തെ ഷോട്ട് അടുത്തുള്ള പുൽത്തകിടിൽ നിന്നായിരുന്നുവെന്നും റിപ്പോർട്ടർമാർ അതിന് സാക്ഷിയായിരുന്നുവെന്നും പറയപ്പെടുന്നു. 26 സെക്കൻഡ് നീളമുള്ള ജെപ്രൂഡർ എന്ന് പറയുന്ന ഒരു 8mm വീഡിയോ ആണ് ഇതിന് തെളിവായി പറയുന്നത്. നിലവിൽ ആ ഫിലിമിൽ 3 വെടിയുതിർക്കലാണുള്ളതെന്നും അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ ഭാഗങ്ങളിലാണ് സത്യം ഒളിച്ചിരിക്കുന്നത് എന്നും സിദ്ധാന്തങ്ങൾ വാദിക്കുന്നു. അതുപോലെ വെടിയേറ്റ പാതയും സംശയത്തിന്റെ നിഴലിലാണുള്ളത്. റിപ്പോർട്ടുകളിലുള്ളതുപോലെ കെന്നഡിയെ തട്ടി പിന്നീട് കൊന്നോളിയിൽ കൊള്ളണമെങ്കിൽ വെടിയുണ്ട മറ്റൊരു പാതയിൽ സഞ്ചരിക്കണമായിരുന്നു. വെടി ഉതിർത്തത് മുകളിൽ നിന്ന് താഴേക്കാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഓസ്വാൾഡിന്റെയും ജാക്ക് റൂബിയുടെയും തീരുമാനങ്ങൾ സ്വതന്ത്രമായിരുന്നു എന്നുള്ള റിപ്പോർട്ട് തെറ്റാണെന്നും കെന്നഡിയുടെ കൊലപാതകം വലിയ രീതിയിൽ ആസൂത്രിതമായിരുന്നു എന്നുമുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. ചരിത്രപുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കെന്നഡി കൊലപാതകത്തെ പല ഗൂഢാലോചനാ സിദ്ധാന്തക്കാരും തള്ളിക്കളയുകയാണ്. തികച്ചും വ്യത്യസ്തമായ കഥകളിൽ അവർ വിശ്വസിക്കുന്നു. മാഫിയ, CIA, വൈസ് പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസൺ, ഫിഡൽ കാസ്ട്രോ, KGB എന്നിവർ ഉൾപ്പെടുന്ന ഗൂഢാലോചനയെക്കുറിച്ചാണ് പല സിദ്ധാന്തങ്ങളും. എന്തിനായിരുന്നു കൊലപാതകം എന്നതിന് മറുപടിയായും പല സിദ്ധാന്തങ്ങളുണ്ട്. ബേ ഓഫ് പിഗ്സിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളിൽ കുപിതനായ അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസന്റെയോ അല്ലെങ്കിൽ CIA ഏജന്റുമാരുടെയോ ഉത്തരവനുസരിച്ചാണ് പ്രസിഡന്റിനെ കൊലപ്പെടുത്തിയതെന്ന് ചിലർ വിശ്വസിക്കുന്നു. KGBയിൽ നിന്നുള്ള പ്രവർത്തകരാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്ന് മറ്റു ചിലർ. സംഘടിത കുറ്റവാളികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സഹായിച്ചതിന് കെന്നഡിയുടെ സഹോദരനോട് കുറ്റവാളികൾക്കുള്ള പകയാവാമെന്ന് മറ്റുള്ളവർ കരുതുന്നു. ചിലർ ആരോപിക്കുന്നത് ഓസ്വാൾഡിന് CIA ആയി ബന്ധമുണ്ടെന്നും അന്വേഷണങ്ങൾ അവിടെ എത്തുന്നതിനെ തടയാനാണ് ജാക്ക് റൂബി വെടിയുതിർത്തതെന്നുമെന്നാണ്. കൊലപാതകത്തിന് ദിവസങ്ങൾ മുൻപ് വരെ ഓസ്വാൾഡ് ക്യൂബൻ ആന്റി കാസ്ട്രോ ഗ്രൂപ്പുമായി ബന്ധമുണ്ടായിരുന്ന ഒരു CIA ഏജന്റുമായി സംസാരിച്ചിരുന്നെന്നും വാദമുണ്ട്. ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകത്തെ ചുറ്റിപ്പറ്റിയുള്ള സിദ്ധാന്തങ്ങൾ അമേരിക്കയിൽ ഇന്ന് നിലനിൽക്കുന്നതും പരക്കെ വിശ്വസിക്കപ്പെടുന്നതുമായ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിൽ ഒന്നാണ്. അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഏറ്റവും ചെറുപ്പം, കൊല്ലപ്പെടുമ്പോൾ പ്രായം വെറും 46. ആ സംഭവത്തിന് ശേഷം 6 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും
നേതൃപാടവവും വ്യക്തിത്വവും അനായാസേനയുള്ള തീരുമാനങ്ങളും കൊണ്ട് ജനഹൃദയങ്ങൾ കവർന്ന ആ നേതാവിന്റെ മരണത്തിലെ ദുരൂഹതകൾ നീങ്ങി. 1997 ആഗസ്റ്റ് 31 രാത്രി. സമയം 12:23. പാരീസിലെ പോണ്ട് ദെ അൽമ ടണലിലേക്ക് ഒരു കറുത്ത മെഴ്സിഡീസ് കാർ വേഗത്തിൽ പാഞ്ഞുകയറി. പുറകെ വരുന്ന പാപ്പരാസികളുടെ ക്യാമറയിൽപ്പെടാതെയാണ് അത് ഓടിച്ചു വന്നത്. നിമിഷങ്ങൾക്കകം വലിയ ശബ്ദത്തോടെ ആ കാർ ക്രാഷായി. യാത്രക്കാരായിരുന്ന ഈജിപ്ഷ്യൻ ഫിലിം പ്രൊഡ്യൂസർ മോഡി ഫെയേഴ്സ്, വെയിൽസിന്റെ രാജകുമാരി ഡയാന, കാർ ഡ്രൈവർ എന്നിവർ മരണപ്പെട്ടു. ഡോഡിയുടെ സെക്യൂരിറ്റി ഗാർഡായ ട്രെവർ റീസ് ജോൺസ് മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാർ ക്രാഷ് സംഭവിക്കുന്നതിന് 16 വർഷങ്ങൾക്ക് മുൻപ് 1981 ഫെബ്രുവരി 24 ലണ്ടനിലെ സെന്റ് പോൾ കത്തീഡ്രലിൽ വെച്ച് പ്രിൻസ് ചാൾസും ഡയാനയും വിവാഹിതരായി. ബ്രിട്ടീഷ് ലോകം അതുവരെ കണ്ട മറ്റു രാജകുടുംബാംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഡയാനയുടെ ജീവിതം. അതിസുന്ദരിയായ ഡയാനയെ അവർ ഇംഗ്ലീഷ് റോസ് എന്ന് വിളിച്ചു. 1982 അവർക്ക് ആദ്യത്തെ കുഞ്ഞു പിറന്നു. അടുത്ത 2 വർഷങ്ങളിൽ തന്നെ രണ്ടാമത്തെയും കുഞ്ഞു പിറന്നു. ഇതിനിടയ്ക്ക് ആ ദമ്പതികൾ തമ്മിൽ അകന്നുപോയിരുന്നു. ചാൾസ് അധികാരത്തെ ദുരുപയോഗം ചെയ്യുകയും ദാമ്പത്യത്തിലെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. കാർ ക്രാഷും 11 വർഷങ്ങൾക്ക് മുൻപ് പ്രിൻസ് ചാൾസ് തന്റെ മുൻഗാമിയായ കാമില പാർക്കറുമായി അടുപ്പം പുനഃസ്ഥാപിക്കുകയുണ്ടായി. അത് തിരിച്ചറിഞ്ഞ ഡയാന രാജകുമാരി കടുത്ത വിഷാദത്തിലേക്ക് കൂപ്പുകുത്തി. യഥാർത്ഥത്തിൽ പ്രിൻസ് ചാൾസിനെ പിന്തുടരേണ്ട മൂന്നാം കിട മാധ്യമങ്ങൾ പക്ഷേ വിഷാദ രോഗത്തിന് കീഴ്പ്പെട്ട ഡയാനയെയാണ് വലച്ചത്. 1992 കാർ അപകടത്തിന് 5 വർഷം മുൻപ് സുഹൃത്തുക്കളെ കണ്ട് സംസാരിക്കവേ ഡയാന തന്റെ പരാജയപ്പെട്ട വിവാഹ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇതാകട്ടെ ഡയാനയുടെ ജീവിതമെന്ന തലക്കെട്ടിൽ ഒരു ടാബ്ലോയിഡ് മാസികയിൽ അച്ചടിച്ചു വന്നു. ഇതോടെ രാജകുടുംബം പ്രതിസന്ധിയിലായി. ആ വർഷം ഡിസംബറിൽ ഇരുവരും വിവാഹബന്ധം വേർപെടുത്തുന്നതായി പാർലമെന്റ് അറിയിച്ചു. 1995 നവംബർ 20 ഡയാന ഒരു TV ലൈവ് ഇന്റർവ്യൂ കൊടുത്തു. തകർന്ന തന്റെ ദാമ്പത്യത്തെക്കുറിച്ചും വിവാഹവും രാജകുടുംബത്തിലെ ഒറ്റപ്പെടലും തനിക്ക് ജെയിംസ് ഹൈവിയുമായുള്ള പുതിയ ബന്ധവുമെല്ലാം അവർ തുറന്നു പറഞ്ഞു. മാത്രമല്ല, ഒരു രാജാവെന്ന നിലയിൽ രാജ്യത്തിന് വേണ്ട ഭരണപാടവം പ്രിൻസ് ചാൾസിന് ഇല്ലെന്നാണ് മുൻ ഭാര്യ എന്ന നിലയിൽ തനിക്ക് പറയാനുള്ളത് എന്നും അവർ കൂട്ടിച്ചേർത്തു. 1996 ഔദ്യോഗികമായി വേർപെട്ട ശേഷം ഡയാനയുടെ കൂടെയായിരുന്നു പൊതുവികാരം. വിവാഹമോചനത്തിൽ അവർക്ക് 17 മില്യൺ നഷ്ടപരിഹാരമായി ലഭിച്ചു. ഒപ്പം അവരിൽ നിന്ന് രാജകീയ പദവിയും എടുത്തുമാറ്റപ്പെട്ടു. 1997 ഡയാന മരണപ്പെടുന്നതിന് 1 മാസം മുൻപ് ടാബ്ലോയിഡ് മാസികയിൽ ഡോഡി ഫായോഡുമായുള്ള പുതിയ ബന്ധത്തെക്കുറിച്ച് ലേഖനങ്ങൾ വരാൻ തുടങ്ങി. ഈജിപ്ഷ്യൻ കോടീശ്വരനായ മുഹമ്മദ് അൽ ഫയഡിന്റെ മകനും ഫിലിം പ്രൊഡ്യൂസറുമായിരുന്ന ഡോഡി ഓഗസ്റ്റ് 30 കാർ ക്രാഷിന് 12 മണിക്കൂറുകൾ മുൻപ് ഒരു പ്രൈവറ്റ് ജെറ്റിൽ ഡയാനയും ഡോഡിയും പാരീസിലിറങ്ങി. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പിന്തുടർന്ന മാധ്യമ പാപ്പരാസികൾ രാജകുടുംബം വിട്ടുപോന്നിട്ടും ഡയാനയെ വെറുതെ വിട്ടില്ല. വിലയേറിയ വാർത്തകൾക്ക് വേണ്ടി കഴുകൻ കൂട്ടങ്ങളെപ്പോലെ അവർ എയർപോർട്ടിന് പുറത്തു കാത്തുനിന്നു. പാപ്പരാസികളുടെ കണ്ണ് വെട്ടിച്ച് കടന്നുകളഞ്ഞ ജോഡു ഡോഡിയുടെ അച്ഛന്റെ എസ്റ്റേറ്റിൽ താമസിക്കുകയും പിന്നീട് പാരീസിൽ റിറ്റ്സ് ഹോട്ടലിലെത്തി 2 വിലയേറിയ ഡയമണ്ട് മോതിരങ്ങൾ ഓർഡർ ചെയ്യുകയും ചെയ്തു. റിറ്റ്സിലും പിന്നീട് ഡിന്നർ കഴിക്കുന്നിടത്തും മാധ്യമ ഫോട്ടോഗ്രാഫർമാർ അവരെ പൊതിഞ്ഞു. അതേസമയം ഡോഡിയുടെ ഡ്രൈവർ മറ്റ് സെക്യൂരിറ്റി ഗാർഡുകളുടെ കൂടെ ബാറിലേക്ക് പോകുന്നു. അവിടെ ക്യാമറകളോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലായിരുന്നു. പിന്നീട് അവിടെയുള്ളവരെ ചോദ്യം ചെയ്തപ്പോഴും ഡ്രൈവർ പോൾ മദ്യപിച്ചതായി ആരും കണ്ടിരുന്നില്ല. തിരിച്ച് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ മാധ്യമ പാപ്പരാസികളിൽ നിന്ന് രക്ഷപ്പെടാനായി 2 കാറുകൾ ഉപയോഗിക്കാമെന്ന ആശയത്തിലെത്തി. ഒരു റേഞ്ച് റോവറും മറ്റൊരു മെഴ്സിഡസും. ഒടുവിൽ ഇതൊന്നുമല്ലാതെ മൂന്നാമതൊരു മെഴ്സിഡസ് S280 അവർ യാത്ര ആരംഭിച്ചു. നിമിഷങ്ങൾക്കകം തന്നെ മാധ്യമങ്ങളും മെഴ്സിഡസും തമ്മിൽ ഒരു ചേസ് ആരംഭിച്ചു. ടണലിൽ വെച്ച് ക്രാഷ് സംഭവിച്ചു. സെക്യൂരിറ്റി ഗാർഡ് ഒഴികെ 3 പേരും മരണപ്പെട്ടു. ഡ്രൈവർ പോൾ മദ്യപിച്ചിരുന്നെന്നും ആന്റി ഡിപ്രസൻസ് കഴിച്ചിരുന്നെന്നും വാർത്ത വന്നു. പിന്നീട് ഇതിനെ സംബന്ധിച്ച് പല ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും വന്നു. പോളിന്റെ ബ്ലഡ് സാമ്പിളുകൾ പലതവണ ടെസ്റ്റ് ചെയ്തു. അതിലെ ഓരോ അണുവും പരിശോധന വിധേയമായി. പോളിനെ ചുറ്റിപ്പറ്റിയുള്ള സംശയങ്ങൾ അവസാനിക്കാതെ മുന്നോട്ടുപോയി. കൊലപാതകത്തിൽ സീക്രട്ട് ഇന്റലിജൻസ് സർവീസ് ഓഫ് ലണ്ടനുള്ള പങ്കായിരുന്നു മറ്റൊരു ഗൂഢാലോചനാവാദം. സെക്യൂരിറ്റി ഗാർഡായ ട്രെവർ റീസ്, ഡ്രൈവർ പോൾ എന്നിവർക്ക് M16 ബന്ധം ആരോപിക്കുന്നുണ്ട്. സെക്യൂരിറ്റി ഗാർഡ്സായ ട്രെവർ റീസ്,
ഡ്രൈവർ പോൾ എന്നിവർക്ക് MI6 ബന്ധം ആരോപിക്കുന്നുണ്ട്. മുൻ MI6 ഉദ്യോഗസ്ഥനായ ടോം ലിൻസനാണ് ഈ ആരോപണങ്ങൾ നിരത്തിയത്. ഡോഡിയുടെ പിതാവായ അൽ ഫയോഡ് ഉറച്ചു വിശ്വസിച്ചത് ഡ്രൈവർ പോൾ സീക്രട്ട് ഏജന്റ് ആണെന്നാണ്. ക്രാഷ് സംഭവിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിച്ചതുകൊണ്ടാണ് സെക്യൂരിറ്റി ഗാർഡ് ട്രെവർ രക്ഷപ്പെട്ടതെന്ന് അവകാശപ്പെട്ടെങ്കിലും പിന്നീട് ആരും തന്നെ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല എന്ന് കണ്ടെത്തി. അതുപോലെ മരണസമയത്ത് ഡയാന ഗർഭിണിയായിരുന്നെന്നും ഒരു തിയറിയുണ്ടായിരുന്നു. ഡോഡിയുടെ അച്ഛൻ അൽ ഫയോഡായിരുന്നു കാർ ക്രാഷിന് 3.5 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു സത്യം വിളിച്ചു പറഞ്ഞത്. എന്നാൽ അത്രയും കാലം ഒളിച്ചുവെച്ച ആ സത്യം അൽ ഫയോഡിനെയും സംശയിക്കാൻ കാരണമായി. 2004 പ്രിൻസസ് ഡയാനയുടെ മരണവും അതിനെ ചൊല്ലിയുള്ള കോൺസ്പിറസികളും അന്വേഷിക്കുന്നതായി ഓപ്പറേഷൻ പാഗറ്റ് രൂപീകരിച്ചു. അവരുടെ കണ്ടെത്തലുകൾ അനുസരിച്ച് ഡയാനയുടെ മരണം ആക്സിഡന്റ് ആണെന്നും മറ്റാർക്കും അതിൽ പങ്കില്ലെന്നും പ്രിൻസസ് ഡയാനയുടെ പോസ്റ്റ്മോർട്ടം അനുസരിച്ച് അവർ ഗർഭിണിയുമായിരുന്നില്ല എന്നും ഓപ്പറേഷൻ പാഗറ്റ് കണ്ടെത്തി. എന്നിട്ടും ഇപ്പോഴും ലോകം വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട റോയൽ കുടുംബത്തിന്റെ സദാചാര കെട്ടുപാടുകളൊന്നുമില്ലാതെ സ്വതന്ത്രയായി ജീവിച്ച അവരുടെ ഇംഗ്ലീഷ് റോസ് കൊല്ലപ്പെട്ടതാണെന്നും അതിനു പിറകിൽ പലരുടെയും കൈയുണ്ട് എന്നുമാണ്. 1945 അമേരിക്ക ഹിരോഷിമയിൽ ബോംബാക്രമണം നടത്തുന്നതിന് മുൻപ് സൈനിക ആവശ്യങ്ങൾക്കും ഊർജാവശ്യത്തിനും ആണവശക്തിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഒരു പ്രതിഭാശാലി ഇന്ത്യയിൽ ജീവിച്ചിരുന്നു. ഹോമി ജഹാംഗീർ ബാബ, ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ്. ഇന്ത്യയുടെ ആണവ ഗവേഷണ പരിപാടിയുടെയും ആണവായുധ പദ്ധതിയുടെയും മുഴുവൻ ക്രെഡിറ്റും നൽകേണ്ടത് ഡോക്ടർ ഹോമി ജഹാംഗീർ ബാബ എന്ന വ്യക്തിക്കാണ്. രാജ്യത്തിന്റെ വ്യാവസായിക ആവശ്യത്തിനും വളർച്ചയ്ക്കുമായി ആണവോർജ്ജം ഉപയോഗിക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ച ഹോമി ബാബ അണുബോംബുകൾ ഉണ്ടാക്കുന്നതിനോട് അത്ര തന്നെ എതിർപ്പും പ്രകടിപ്പിച്ചിരുന്നു. 1960 എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ആണവായുധങ്ങൾ നേടിയെടുത്ത് എതിരാളികളില്ലാത്ത ഒറ്റ ശക്തിയായി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. 1930 ഫിസിക്സിൽ കേംബ്രിഡ്ജ് ഡോക്ടറേറ്റുമായി തിരിച്ചെത്തിയ ഹോമി ജഹാംഗീർ ബാബ ഇന്ത്യയുടെ ശാസ്ത്രമേഖലയെ ഉയർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1945 US ആദ്യത്തെ ആണവായുധ ശക്തിയായി മാറി. പുറകെ 1949 സോവിയറ്റ് യൂണിയനും 1964 ചൈനയും അവരുടെ ആദ്യത്തെ അറ്റോമിക് ബോംബ് പരീക്ഷിച്ചു. പക്ഷേ 1965 ലോകം പ്രതീക്ഷിക്കാത്തൊരു മുന്നേറ്റം നടന്നു. ലോകശക്തികൾക്കൊപ്പം നിൽക്കുന്ന തരത്തിൽ ഹോമി ബാബ ഇന്ത്യയിൽ അണുപരീക്ഷണം നടത്താൻ പോകുന്നു എന്ന് പ്രസ്താവിച്ചു. വരുന്ന 18 മാസങ്ങളിൽ അത് സംഭവിക്കുമെന്നും അറിയിച്ചു. ആ സമയം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ഹോമി ബാബയ്ക്ക് ഇത് നടപ്പിലാക്കാനുള്ള എല്ലാ അനുമതിയും നൽകി. പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി തന്റെ നയങ്ങൾ നടപ്പിലാക്കാനായി ഹോമി ബാബയുടെ അഭിപ്രായങ്ങൾക്കാണ് മുൻഗണന നൽകിയിരുന്നത്. പൊതുവികാരങ്ങൾക്കെതിരാകാതെ നിയമനിർമ്മാണവും പുരോഗതി ലക്ഷ്യം വെച്ചുള്ള പദ്ധതികളും കൈവരിക്കാൻ അത് ആവശ്യമാണെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. ഗാന്ധിയനായിരുന്ന ശാസ്ത്രി ഹരിത വിപ്ലവം, ധവള വിപ്ലവം എന്നിവയുടെ വക്താവായിരുന്നു. ജയ് ജവാൻ ജയ് കിസാൻ എന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ഏറെ പ്രശസ്തമാണ്. നെഹ്റുവിന്റെ കാലത്ത് രൂപീകരിച്ച ആണവ നയം ശാസ്ത്രിയും ഭാവിയും തുടർന്നു പോന്നു. ജനുവരി 1966 ഇതെല്ലാം തകിടം മറിഞ്ഞ വർഷമായിരുന്നു അത്. 65 പാകിസ്ഥാൻ യുദ്ധത്തിൽ PM എന്ന നിലയിൽ നേതൃത്വം ഏറ്റെടുത്ത ശാസ്ത്രി UN ഇടപെടലോടെ വെടിനിർത്തുകയും തുടർന്ന് റഷ്യ ആവശ്യപ്പെട്ട പ്രകാരം ടാഷ്കണ്ടിൽ വെച്ച് പാകിസ്ഥാന്റെ അയൂബ് ഖാനുമായി ചർച്ചയ്ക്കിരിക്കുകയും ചെയ്തു. അവിടെ രൂപപ്പെട്ട കരാറനുസരിച്ച് 2 രാജ്യങ്ങളും 1965 ഓഗസ്റ്റ് 5 അതിർത്തിയിലേക്ക് തിരിച്ചു പോകണമെന്ന് തീരുമാനിക്കപ്പെട്ടു. ഈ കരാർ ഒപ്പിട്ട പിറ്റേന്ന് ശാസ്ത്രി ഹൃദയാഘാതം മൂലം മരണമടഞ്ഞു. മറ്റൊരു രാജ്യത്ത് വെച്ച് മരണപ്പെട്ട പ്രധാനമന്ത്രിയുടെ മരണത്തിൽ അന്വേഷണങ്ങളൊന്നും ഉണ്ടായില്ല. രാജ്യം പ്രതിസന്ധിയിലായി. 2 ആഴ്ച കഴിഞ്ഞ് ജനുവരി 24 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ദിവസത്തിന് ശേഷം ഡോക്ടർ ഹോമി ബാബ കൊല്ലപ്പെട്ടു. അവിടെ നിന്നാണ് സംശയങ്ങളുടെയും ദുരൂഹതകളുടെയും ആരംഭം. തോളോട് തോൾ ചേർന്ന് രാജ്യനന്മയ്ക്കായി പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രത്തലവനും ഒരു ശാസ്ത്രജ്ഞനും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ മരണപ്പെടുന്നു. ഏതൊക്കെയോ സൂചനകൾ ചേരുംപടി ചേരാത്ത പോലെ. അവിടെ നിന്നാണ് ഇരുവരുടെയും മരണത്തിൽ CIA പങ്കുണ്ട് എന്ന ഗൂഢാലോചനാ സിദ്ധാന്തം ഉദ്ഭവിക്കുന്നത്. ഇന്ത്യ ന്യൂക്ലിയർ മേഖലയിലൊരു സ്വയം പര്യാപ്ത ശക്തിയായി മാറുന്നത് തടയാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി ഇരുവരെയും കൊല്ലപ്പെടുത്തിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശാസ്ത്രിയെ വിഷം കൊടുത്തു കൊന്നതാണെന്ന് ഭാര്യ ലളിതയും ആരോപിച്ചിരുന്നു. അനൂജ് ദർ എഴുതിയ യോർ പ്രൈം മിനിസ്റ്റർ ഇസ് ഡെഡ് എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് 3 തിയറികൾ പറയുന്നുണ്ട്. അതിലൊന്ന് ടാഷ്കണ്ട് കരാർ നടപ്പിലാവാതിരിക്കാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ശാസ്ത്രിയെ കൊലപ്പെടുത്തിയെന്നതും, രണ്ടാമത്തേത് റഷ്യൻ ഏജൻസി KGB
ശാസ്ത്രിയെ വിഷം കൊടുത്തു കൊന്നെന്നും മൂന്നാമതായി ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ എതിരാളികൾ ഈ കൊലപാതകത്തിന് കാരണമായി എന്നുമാണ്. കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന മറ്റു കാരണങ്ങളും പിന്നീട് പുറത്തുവന്നു. സ്വന്തം മുറിയിലുണ്ടായിരുന്ന 3 ഫോണുകളും ഉപയോഗിക്കാതെ ശാസ്ത്രി പുറത്ത് മറ്റുള്ളവരുടെ മുറിയിൽ വന്നത് എന്തോ അവസാന രഹസ്യം അറിയിക്കാനായിരുന്നു. മൃതശരീരത്തിൽ നീല പാടുകൾ കണ്ടെത്തി. മരണത്തിനും 1 വർഷത്തിന് ശേഷം ബ്രിറ്റ്സ് പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ അവസാന കത്ത് ഫേക്കാണെന്നും പിന്നീട് പുറത്തുവന്നു. മുൻ CIA ജീവനക്കാരനായ റോബർട്ട് ക്രോളി ഗ്രിഗറി ഡഗ്ലസ് എന്ന പത്രപ്രവർത്തകന് നിരവധി അഭിമുഖങ്ങൾ നൽകിയിരുന്നു. ബാബയെയും ലാൽ ബഹദൂർ ശാസ്ത്രിയെയും ഇല്ലാതാക്കിയതിന് ഉത്തരവാദി CIA ആണെന്ന് ഇതിലെല്ലാം സൂചനകളുണ്ടായിരുന്നു. ടെലിഫോണിക് സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുകയും വിത്ത് ദ ക്രോ എന്ന പേരിൽ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ക്രോളിയുടെ മരണത്തിന് 13 വർഷത്തിന് ശേഷം 2013 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഞങ്ങൾ ശാസ്ത്രിയെയും ശരിപ്പെടുത്തി പശുപ്രേമിയായ മറ്റൊരു വൃത്തികെട്ടവനെന്ന് ക്രോളി പറഞ്ഞതായി ഡഗ്ലസ് എഴുതുന്നുണ്ട്. ഇന്ത്യൻ ആണവ പദ്ധതിയെ പരാജയപ്പെടുത്താൻ 13 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ആണവ ശാസ്ത്രജ്ഞൻ ഹോമി ബാബയെ കൊലപ്പെടുത്തിയതും CIA ആണെന്ന് ക്രോളി തന്നോട് വെളിപ്പെടുത്തിയതായി ഡഗ്ലസ് എഴുതി. ശാസ്ത്രി മരിച്ച ദിവസങ്ങൾക്ക് ശേഷം വിമാന അപകടത്തിലാണ് ബാബ മരണപ്പെട്ടത്. കൂടെ മറ്റ് 117 യാത്രക്കാരും. അതൊരു അപകടമല്ലെന്നും ആസൂത്രിത പദ്ധതിയാണെന്നും തിയറികളുണ്ടായി. ബാബ സഞ്ചരിച്ച എയർ ഇന്ത്യ എയർ ഫ്ലൈറ്റ് 101 യൂറോപ്പിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് ബ്ലാങ്കിൽ ഇടിച്ചു തകരുകയായിരുന്നു. പൈലറ്റിന് റഡാർ വഴി ലഭിച്ച സന്ദേശങ്ങൾ തെറ്റിപ്പോയി എന്നതായിരുന്നു കാരണമായി പറഞ്ഞത്. ഈ മരണത്തിലും പല തിയറികളുണ്ടായി. പ്രധാനപ്പെട്ടത് അതിൽ CIA പങ്കിനെക്കുറിച്ചുള്ളത് തന്നെ. 2ാം ലോക മഹായുദ്ധത്തിന്റെ ഈ കാലത്ത് US, സോവിയറ്റ് യൂണിയൻ എന്നിവർ അവരുടെ ശക്തി തെളിയിക്കാൻ ഏതു വഴിയും സ്വീകരിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യ ചേരിചേരാ നയത്തിൽ തന്നെ നിലയുറച്ചെങ്കിലും റഷ്യയുമായി ഒരൽപ്പം അടുപ്പം സൂക്ഷിച്ചു പോന്നു. 1962 സീനോ ഇന്ത്യൻ യുദ്ധത്തിൽ റഷ്യ ഇന്ത്യയെ സഹായിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്ത്യയുടെ അണുപരീക്ഷണം പ്രഖ്യാപിക്കുന്നത്. ഉറപ്പായും അത് US-നെയാണ് പ്രശ്നത്തിലാക്കുക. മാത്രമല്ല, ഇത്രയും വലിയൊരു വിമാനാപകടമുണ്ടാക്കാൻ CIA-യെപ്പോലൊരു വമ്പന് മാത്രമേ സാധിക്കൂ എന്നും ലോകം വിശ്വസിച്ചു. വെറും 13 ദിവസങ്ങളുടെ ഇടവേളയിൽ നഷ്ടപ്പെട്ട ഈ 2 മഹാവ്യക്തികൾ ഇന്ത്യയെ ലോകോത്തര ശക്തിയായി വളർത്താൻ പരിശ്രമിച്ചവരാണ്. ആണവായുധ ശേഷിയുള്ള യുദ്ധമുഖത്ത് കരുത്തുള്ള എതിരാളിയായി വളരാൻ ആരംഭിച്ച ഇന്ത്യയെ അവിടെ വെച്ച് തടയേണ്ടത് ലോകശക്തികളുടെ ആവശ്യമായിരുന്നോ? ലോകാധികാരമായിരുന്നോ ഈ ആസൂത്രിത കൊലപാതകങ്ങൾ നടത്താനുള്ള പ്രേരണ? ആരായിരിക്കും അവരുടെ പുറകെ പതിയെ മരണത്തെ പറഞ്ഞയച്ചത്? തെളിവുകൾ പലതും ചൂണ്ടിക്കാണിച്ചിട്ടും കുറ്റവാളികളെ കണ്ടെത്താത്തത് എന്തുകൊണ്ട്? നിങ്ങളെനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പ്രഖ്യാപിച്ച ധീരവിപ്ലവകാരി, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്നു നയിച്ച പരിഷ്കരണവാദി നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇന്നും ഇന്ത്യയുടെ ഏറ്റവും ആദരണീയനായ മഹത് വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. നേതാജിയുടെ ചരിത്രപരമായ വ്യക്തിപ്രഭാവം വളരെ വലുതാണ്. നേതാജിയുടെ ഓരോ പ്രധാന ജീവചരിത്രവും പറയുന്നതുപോലെ 1945 ഓഗസ്റ്റ് 18 ഫോർമോസയിൽ നടന്ന വിമാനാപകടത്തിൽ അദ്ദേഹം മരിച്ചിട്ടില്ല എന്നിനിയും പല ഇന്ത്യക്കാരും വിശ്വസിക്കുന്നു. പഠനത്തിൽ മിടുക്കനായ ബോസ് 1920 ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിലേക്ക് പോയി. 1 വർഷത്തിന് ശേഷം സ്വാതന്ത്ര്യസമരം രാജ്യത്ത് ആരംഭിച്ചതോടെ അതെല്ലാം നിർത്തി അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി. 1921 1941 ഇടയിൽ വിവിധ ജയിലുകളിൽ നിരവധി തവണ ജയിൽവാസം അനുഭവിച്ച നേതാജിയുടെ പ്രധാന സവിശേഷത കൈവിടാത്ത ദൃഢതയായിരുന്നു. അടിച്ചമർത്തുന്നയാൾ നൽകുന്നതല്ല സ്വാതന്ത്ര്യം, മറിച്ച് ബലപ്രയോഗത്തിലൂടെ പിടിച്ചു വാങ്ങേണ്ടതാണത് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. മഹാത്മാഗാന്ധിയുടെ അഹിംസാ സമീപനത്തെ അദ്ദേഹം നിരാകരിച്ചു. 1943 ഒക്ടോബർ 21 ഇന്ത്യൻ നാഷണൽ ആർമി എന്നറിയപ്പെടുന്ന ആസാദ് ഹിന്ദ് ഫൗജ് സ്ഥാപിക്കാൻ ബോസ് നേതൃത്വം നൽകി. അവിഭക്ത ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്തു നിന്ന് ബ്രിട്ടീഷ് സൈന്യത്തെ ആക്രമിക്കുന്നതിൽ ഇത് നിർണായക പങ്കുവഹിച്ചിരുന്നു. പിന്നീട് ബോസ് ബെർലിനിൽ INA സ്ഥാപിക്കുകയും ജർമ്മനിയിൽ ആസാദ് ഹിന്ദ് റേഡിയോ സ്റ്റേഷൻ ആരംഭിക്കുകയും ചെയ്തു. ബെർലിനിലെ ഇന്ത്യക്കാർക്കായുള്ള സ്പെഷ്യൽ ബ്യൂറോയിലെ ജർമ്മൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരും ആസാദ് ഹിന്ദ് ഹൗജിലെ ഇന്ത്യൻ സൈനികരും അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം നേതാജി എന്ന് വിളിച്ചു. നേതാജിയുടെ മരണമെന്ന പോലെ ജീവിതവും അത്ര കണ്ട് എല്ലാവർക്കും പിടിതരുന്നതായിരുന്നില്ല. 1940 അദ്ദേഹം കൽക്കട്ടയിൽ വീട്ടുതടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ മുതൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തളം കെട്ടി നിന്നിരുന്നു. 1950കളിൽ
ബോസ് സന്യാസം സ്വീകരിച്ചതായി കഥകൾ പരന്നു. നേതാജിയുടെ മരണം അല്ലെങ്കിൽ തിരോധാനം എന്നിവയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ഇതുവരെ 3 കമ്മീഷനുകളെ നിയോഗിച്ചിട്ടുണ്ട്. വിമാനം തകർന്നതിനെക്കുറിച്ച് 1945 ഓഗസ്റ്റ് 18 തായ്ഹോക്കുവിലെ സൈനിക ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരിച്ചുവെന്നും, വിമാനം തകർന്നതിനെ തുടർന്ന് 1945 ഓഗസ്റ്റ് 18 തായ്ഹോക്കുവിലെ സൈനിക ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരിച്ചുവെന്നും, ടോക്കിയോയിലെ റെങ്കോജി ക്ഷേത്രത്തിലെ മൃതദേഹാവശിഷ്ടങ്ങൾ നേതാജിയുടേതാണ് എന്ന നിഗമനത്തിലാണ് ആദ്യ 2 കമ്മീഷനുകളും എത്തിച്ചേർന്നത്. വിമാനാപകടത്തെ തുടർന്ന് പ്രചരിച്ച കിംവദന്തികളുടെ വെളിച്ചത്തിൽ മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ കീഴിലുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ സുപ്രീം അലൈഡ് കമാൻഡ് ബോസിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്റലിജൻസ് ഓഫീസറായ കേണൽ ജോൺ ഫിഗസിനെ ചുമതലപ്പെടുത്തി. ഫിഗസ് റിപ്പോർട്ട് ഇനി പറയുന്ന 4 കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. 1945 ഓഗസ്റ്റ് 18 തായ്ഹോക്കു വിമാനത്താവളത്തിന് സമീപം ഒരു വിമാനം തകർന്നു വീണു. അതിൽ സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടായിരുന്നു. അടുത്തുള്ള സൈനികാശുപത്രിയിൽ വെച്ച് അന്ന് തന്നെ അദ്ദേഹം മരിച്ചു. മൃതദേഹം തായ്ഹോക്കുവിൽ സംസ്കരിച്ചു. ചിതാഭസ്മം ടോക്കിയോയിലേക്ക് അയച്ചു. ബോസിനെയും വിമാനാപകട സംഭവത്തെയും കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ തടയുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് 1956 അന്നത്തെ പാർലമെന്റ് അംഗമായിരുന്ന ഷാനവാസ് ഖാന്റെ നേതൃത്വത്തിൽ 3 അംഗ സമിതിയെ കൂടെ നിയോഗിച്ചു. പശ്ചിമ ബംഗാൾ സർക്കാർ നാമനിർദ്ദേശം ചെയ്ത സിവിൽ സർവന്റായ എൻ മൈത്ര, നേതാജിയുടെ മൂത്ത സഹോദരൻ സുരേഷ് ചന്ദ്രബോസ് എന്നിവരായിരുന്നു ഈ കമ്മിറ്റിയിലെ മറ്റ് ശ്രദ്ധേയരായ അംഗങ്ങൾ. ഈ സമിതിയെ നേതാജി അന്വേഷണ സമിതി എന്നും വിളിച്ചു. 1956 ഏപ്രിൽ മുതൽ ജൂലൈ വരെ ഇന്ത്യ, ജപ്പാൻ, തായ്ലാന്റ്, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ വിമാനാപകടത്തെ അതിജീവിക്കുകയും അപകടത്തിൽ പരിക്കേറ്റവരുമായി 67 പേരോട് കമ്മീഷൻ സംസാരിച്ചു. അഭിമുഖം നടത്തിയവരിൽ ബോസിനെ അവസാന മണിക്കൂറുകളിൽ ചികിത്സിച്ച തൈഹോക്കു മിലിറ്ററി ഹോസ്പിറ്റലിലെ സർജൻ ഡോക്ടർ ഷിയോമിയും ഉൾപ്പെടുന്നു. കമ്മിറ്റിയിലെ 2/3 ഭാഗവും, അതായത് ഖാനും മൈത്രയും ചെറിയ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നിട്ടും 1945 ഓഗസ്റ്റ് 18 തൈഹോക്കുവിൽ നടന്ന വിമാനാപകടത്തിൽ ബോസ് മരിച്ചുവെന്ന് നിഗമനം ചെയ്തു. അന്തിമ റിപ്പോർട്ടിൽ ഒപ്പിടാൻ സുരേഷ് ചന്ദ്രബോസ് വിസമ്മതിക്കുകയും ഷാനവാസ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങളും സ്റ്റാഫും ചില നിർണായക തെളിവുകൾ മനഃപൂർവ്വം മറച്ചുവെച്ചെന്നും വിമാനാപകടത്തിൽ മരണം സംഭവിച്ചുവെന്ന് അനുമാനിക്കാൻ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയെന്നും വിയോജനക്കുറിപ്പെഴുതി. തന്റെ സഹോദരൻ ജീവിച്ചിരിപ്പുണ്ടെന്നായിരുന്നു സുരേഷ് ചന്ദ്രബോസിന്റെ നിഗമനം. 1960കളുടെ തുടക്കത്തിൽ നേതാജി ജീവിച്ചിരിപ്പുണ്ടെന്ന അഭ്യൂഹങ്ങൾ പിന്നെയും വർദ്ധിച്ചു. 1970 ഇന്ത്യ ഗവൺമെന്റ് ബോസിന്റെ തിരോധാനം അന്വേഷിക്കാൻ ഒറ്റയാൾ കമ്മീഷനെ നിയമിച്ചു. പഞ്ചാബ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി വിരമിച്ച GD ഗോസ്ലെയായിരുന്നു ഏക അന്വേഷകൻ. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് 1974 സമർപ്പിച്ചു. ബോസിന്റെ മരണത്തിന്റെ പ്രധാന വസ്തുതകളെക്കുറിച്ച് ഫിഗൻസിന്റെയും ഷാനവാസ് കമ്മിറ്റിയുടെയും മുൻ റിപ്പോർട്ടുകളോട് ജസ്റ്റിസ് ഖോസ്ല യോജിച്ചു. ബോസിന്റെ തിരോധാനത്തിന്റെ ബദൽ വിശദീകരണങ്ങളും നേതാജിയെ കണ്ടതിന്റെ കഥകളും പ്രചരിപ്പിക്കുന്നവരുടെ ഉദ്ദേശങ്ങളും പലതാണെന്നും അതിൽ അറ്റൻഷൻ സീക്കിങ്ങും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഒക്കെയുണ്ടെന്നും അദ്ദേഹം വിലയിരുത്തി. റേഡിയോ തരംഗങ്ങൾ സ്വീകരിക്കുന്ന ഉപകരണം പോലെ തന്റെ ശരീരം ട്യൂൺ ചെയ്തുകൊണ്ട് ബോസിൽ നിന്ന് നേരിട്ട് സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്നാണ് ഷോലാപൂരിലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏജന്റ് PM കരാപൂർക്കാർ അവകാശപ്പെട്ടത്. 1999 കോടതി ഉത്തരവിനെ തുടർന്ന് ബോസിന്റെ മരണം ഒരിക്കൽ കൂടി അന്വേഷിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി മനോജ് കുമാർ മുഖർജിയെ നിയമിച്ചു. ജപ്പാൻ, റഷ്യ, തായ്വാൻ എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി രാജ്യങ്ങളിൽ നിന്ന് ശേഖരിച്ച 100 കണക്കിന് ഫയലുകൾ ബോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ പരിശോധിച്ചു. വാക്കാലുള്ള വിവരണങ്ങൾ വിമാനാപകടത്തിന് അനുകൂലമായിരുന്നുവെങ്കിലും ആ അക്കൗണ്ടുകളെ ആശ്രയിക്കാനാവില്ലെന്നും സോവിയറ്റ് യൂണിയനിലേക്ക് സുരക്ഷിതമായ യാത്രയുറപ്പാക്കാൻ ബോസിന് ഒരു രഹസ്യ പദ്ധതി ഉണ്ടായിരുന്നുവെന്നുമുള്ള നിഗമനത്തിൽ കമ്മീഷൻ എത്തി. രംഗോജി ക്ഷേത്രത്തിലെ ചിതാഭസ്മം ബോസിന്റേതല്ലെന്നും ഹൃദയസ്തംഭനം മൂലം മരിച്ച ഒരു ജപ്പാൻ സൈനികന്റേതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2006 മെയ് 17 ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചെങ്കിലും കൃത്യതയില്ലാത്തതിന്റെ പേരിൽ ഈ കമ്മീഷന്റെ കണ്ടെത്തലുകൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല. സഖ്യസേനയെ കബളിപ്പിച്ച് തന്റെ പോരാട്ടം തുടരുന്നതിനു വേണ്ടി സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്താൻ നേതാജി തന്നെ ഒരുക്കിയ ഒരു തന്ത്രമായിരുന്നു അദ്ദേഹത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട പ്രധാന സിദ്ധാന്തം. നേതാജി ഒറ്റപ്പെട്ട് ഉത്തരേന്ത്യയിൽ സ്ഥിരതാമസമാക്കിയെന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. നെഹ്റുവും ഗാന്ധിയും അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തുവെന്നും സോവിയറ്റ് ഗുലാഗിൽ തടവിലാക്കിയെന്നും മറ്റൊരു വാദം നിലനിൽക്കുന്നുണ്ട്. വെറുമൊരു രാഷ്ട്രീയ കൊലപാതക നിഗൂഢതയിലേക്ക് നേതാജിയുടെ ജീവിതത്തെയും നേട്ടങ്ങളെയും ഈ സിദ്ധാന്തങ്ങൾ ചുരുക്കിയെന്നതാണ് ഇതിൽ സങ്കടകരം.